ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ബാത്റൂം പോയത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ 3,000,000 1,00,000 സബ്സ്ക്രൈബേഴ്സായി. സോ മസ്റ്റ് ആയിട്ടും പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വ്ളോഗ് കാണുക. അല്ലാതെ കാണുന്നവർക്ക് കുറ്റം കിട്ടുക ഒരാൾ അന്യൻ്റെ മുതൽ ഇങ്ങനെ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ മുകളിലൂടെ സ്ഥിരമായി ഓടിക്കൊണ്ടിരിക്കുന്ന മരപ്പട്ടിക്ക് വേണ്ടി നമ്മൾ വെച്ചിട്ടുള്ള കെണിയാണ് കേട്ടോ. മരപ്പട്ടി കുടുങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള കെണിയാണ് മരക്കണി. ലൈറ്റില്ലാത്താകുമ്പോൾ ഫോക്കസ് ആവില്ല അല്ലേ? ഫോക്കസ് ആവണ്ട. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് ഒരുപാട് അതിഥികൾ ഇവിടെ ഉണ്ട്. അതിഥികൾ ആദ്യം കാണാമെന്നാൽ മതി. ഇനി എടുക്കട്ടെ, ബാ കെൻസ് ബാ. ഇതാണ് നമ്മളെ ഒന്നാമത്തെ അതിഥി കേട്ടോ. അപ്പോൾ അതിഥിയാണ് ഓൻ്റെ പേരിൽ, കാരണം എപ്പോഴെങ്കിലും പോലുള്ളൂ. നമ്മളെ പേരിൽ അതിഥിയല്ല, സ്ഥിരമാണ് ഇപ്പോൾ, ഡെയിലി താമസക്കാരൻ. ഏതാ കൈ കൊണ്ടൊക്കെ ഫുൾ ചടുലാത്മകമായ ഗെയിമിങ്. ബാ അപ്പം നമ്മൾ ഓരോ വ്ളോഗും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കണേ. ഈ വ്ളോഗ് ആകെ താളം തെറ്റി. എനിക്കിനി ഒന്ന് ട്രാക്കിലാവണം. ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടാണ് പോണത്. അപ്പം ഞാനിവിടെ ഒരാളെ കാണിച്ചു തരട്ടോ. ഞാൻ ലേറ്റ് ഇടൂല, പാവം കിടന്നുറങ്ങാണ്. ഈ കിടന്നുറങ്ങണ അഫിയാണ് കേട്ടോ. പാവുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഫീഫിനെ 10 കഴിഞ്ഞിട്ട് പഠിത്തം നിർത്തിയാൽ മതിയേനു. പാവുണ്ട്. ലേറ്റ് ഇടണ്ട, അവൻ്റെ ഉറക്കം പോവും. അപ്പോൾ ഇത് ഫുള്ള് റൂം മാറണതിന് അനുബന്ധിച്ചിട്ട് ഡ്രസ്സുകൾ ഫുള്ള് മാറ്റി വെച്ചു കേട്ടോ. ഇത് അതുപോലെ തന്നെ ഈ സൈഡ് നോക്കിയാൽ ഇത്. അപ്പോൾ ആവണ്ട കേട്ടോ. ഈ റൂമിൽ ഇത്ര സ്പേസ് ഉണ്ടായിരുന്നുള്ളത് ഞാൻ എപ്പോഴാണ് അറിയണത്. ഇവിടെ നോക്ക്, ഈ റൂം എത്രയോ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ കാണുന്നത്, ഫുള്ള് ഒഴിഞ്ഞിട്ട്. ഇത് നമ്മളെ വീഡിയോ കാണുന്നവർക്കും ഒരു സ്പെഷ്യൽ കാഴ്ച കേട്ടോ. കാരണം ഫുള്ള് ഡ്രസ്സായിന് ഇവിടെ. ഈ ഏരിയ മുതൽ ഫുൾ ഡ്രസ്സ്. ഇവിടെ കാണുന്നത് ഫുള്ള് ഡ്രസ്സാട്ടോ. ഇനിയിപ്പോൾ ഇത് എങ്ങനെ തീരുമാനമാക്കും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ആഫി പാവണ്ട, എൻ്റെ അടുത്ത് ഫോണുണ്ടോ? എൻ്റെ ഫോണുണ്ടോ? എവിടെ? എടുത്തിട്ട് മേലേക്ക് ഫ്ലാഷ് അടി. അപ്പോൾ ആഫി കിടക്കണ കാണോ? അവൻ്റെ കണ്ണ് കടിക്കാതെ കേട്ടോ. ബൗൺസ് ചെയ്ത് നോക്ക്. പാവണ്ട് കേട്ടോ. അപ്പോൾ ആഫി ഫാൻസൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. ആഫിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. ആഫിയെ ഉഷാറാവും, പേടിക്കണ്ടെന്നൊക്കെ പറയാം കേട്ടോ. എൻ്റെ മുത്താണ് ഈ കിടന്നുറങ്ങണത്. പാവുണ്ട്. അതല്ലാതെ അടിക്കണ്ടേച്ചോ. നോക്കട്ടെ, അവൻ്റെ കാലമൊക്കെ എങ്ങനെയാണ് അവൻ ഈ കോലത്തിൽ പരീക്ഷയ്ക്ക് പോവാ, എനിക്ക് മനസ്സിലാവണില്ല. ഈ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ വന്നാണ് കിടന്നിക്കണേ. പാവുണ്ട്. പേരും ടെൻഷൻ കേട്ടോ. എനിക്ക് ഇത്ര ടെൻഷൻ ഇല്ലേ? കൂളായി പോയി ഇതിനല്ലോ. അഫിക്ക് പേരും ടെൻഷൻ. അഫിക്ക് ട്രോമയായി +2 സയൻസ്. ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. ഇപ്പച്ചിൻ്റെ പണിയാണത്. ഇപ്പച്ചിനെ പിടിച്ചാൽ അടിച്ചാലോ കഞ്ചന്മാരെ. ഇപ്പം നീക്കണില്ലേ വലിച്ചക്ക്? നീക്കിട്ടോ. എല്ലാവരും ഉണ്ട്, മെല്ലെ വരിട്ടോ. സ്വിച്ചായോ ഒറ്റടിക്ക്? പാവണ്ടടാ. അവിടെ ഡ്രസ്സ് ഫുള്ള് മാറ്റിക്കണേ. അതിൻ്റെ അടിയിൽ ആഫി കിടന്നുറങ്ങുന്നുണ്ട്. പാവണ്ട, ഉറക്കമൊക്കെ പോയിക്കണേ.
സൗണ്ട് ഉണ്ടാക്കല്ലേ ഇജില്ലേ എൻ്റെ ഗണ്ണവിടെ കാണില്ല നോക്കട്ടെ. വല്ലാതെ പൊട്ടിക്കണ്ട. ഒന്ന് തട്ടണം പറഞ്ഞാൽ പറ്റി തട്ടം ബ്ലോഗ് വരുന്നുണ്ടാവും അല്ല എനിക്ക് കിട്ടും. അപ്പം ഇതാ വ്ളോഗുകൾ അപ്ലോഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാ ഒരു വ്ളോഗ് ഇവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. പ്രോസസ്സിങ് കറക്റ്റ് അപ്ലോഡായി. ഇതാ അപ്ലോഡ് ടു യുവർ ചാനൽ കറക്റ്റ് അപ്ലോഡായിട്ടാ. വൈഫൈ ശരിയാക്കി അപ്പോൾ വലിയ പ്രശ്നമില്ല. അതിൻ്റെ ഇടയിൽ വൈഫൈ കൊണ്ട് പോയിനി. അവിടെ സൗണ്ട് ഉണ്ടാക്കണേ ഈച്ചോ സൗണ്ട് ഉണ്ടാക്കല്ലേ. വരാനായിട്ടില്ല എൻ്റെ എൻട്രി ടൈം ആയിട്ടില്ല. അവിടെ പോയിക്ക് അന്നെപ്പോൾ വിളിക്കും എൻ്റെ നബിലണ്ണ നബിലണ്ണ ശരിക്കും പറയും ഇത് മനസ്സിലാവണില്ല. ഓന്റെ പേരന്റെ മുന്നിൽ കൂടെ പിന്നെന്തൊക്കെ എവിടെയോ കൊണ്ടേ വ്ളോഗിന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. തിരിഞ്ഞിക്ക് എവിടെയോ കൊണ്ടേ. ഇവിടെ ഏത് ജന്തു? അല്ല അത്രയും വലിയ കൂട് വെച്ചിട്ട് അതിൽ തട്ടാതെ നടന്നോ? പഴം തിന്നു പോയി മെരുക്ക് കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. ആരാണ് ആ പൊട്ടക്കണി വെച്ച്? ശംസുഖാക്കെ എടാ ഇമ്മാനൊക്കെ ഇല്ലട്ടോ. അല്ല 10 വലിച്ചും കൂടി കൂടാണ്ടതാ. എടാ ഫുഡ് സൽമാനെ തിന്നുമ്പോ ജെല്ലി ഉണ്ടാവും കേട്ടോ ഫുഡില്. ഒച്ച ഉണ്ടാക്കില്ലേ. അപ്പൊ സൽമാന് ശരിയാക്കി കൊടുക്കാൻ പോകുന്നു പടവലങ്ങ നബി. പടവലം നബി നബിലെ ഒച്ചമണി ഉണ്ടാക്കല്ലേ. വ്ളോഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു അവസരം നിങ്ങൾ പുറത്ത് ഇറങ്ങില്ലേ. അഫി എന്താ അഫി എണീക്കും. ഞാൻ അങ്ങോട്ട് പോണില്ല. അതെന്താ ഊരേജ് ഗണ്ടതോ മാഗസിനോ കോളേജ് മാഗസിനോ? അല്ല മച്ചേ ഞാൻ ചോദിക്കട്ടെ മച്ചേ നബിലെ ചോറുക്ക് ഉണ്ടായില്ല. നബിലെ ചോറുക്ക് ഉണ്ട തെറിക്കുന്നുണ്ട്. അത് ജെല്ലിയാണ്. അത് പിന്നെ തിന്നാൻ ഒന്നും പറ്റുന്നില്ല. നബിലെ ഒറിജിനൽ ഇതാ തീവ്രവാദികളെ സ്വഭാവം കേട്ടോ. ആർക്കോട്ടോ എല്ലായിടത്തും വന്ന് നിക്കണതില്ല. എല്ലാരും ഒന്ന് മൈൻഡാക്കി. ക്യാൻസറിന് 2 അടി കൊടുത്താ അവിടെ പടമലം പോലെ ഇരിക്കുന്നുണ്ട്. നീ ചെറ അവിടുന്ന് മാസിലിരിക്കുക.
എല്ലാവർക്കും ഓരോ ജെല്ലി നിന്ന് ചോർന്ന് ബാസിലിപ്പോ വരൂട്ടാ. അപ്പം മൂട് കാണിച്ചു കൊടുത്തേക്ക് പോനെ സൽമാനെ. എവിടെ കൊണ്ടുപോകട്ടെ ഊരി കൊടുക്കാനും നബീല് നോക്കാനും. എന്താ ഞാനല്ല ഒരാളെ നഗ്നത കണ്ട് എന്ത് സന്തോഷം എനിക്ക് കിട്ടുന്നത്. ഞാനല്ല ഓ വേദന ഇവിടെ നോക്കിയതാണ്. പുറത്താ ഞാൻ പൊതിച്ചു ഇങ്ങനെ ഇന്റെ കൂടി ഊരല്ല നീ. സൽമാൻ കൊറേ നാള് പുറത്തേനു അതിന്റെ കൊറേ ഊരിയതല്ലേ എന്ത് അല്ല ടോക്കനുണ്ടേ. അങ്ങനെ ശരിക്കും അറിയട്ടോ. ഇതെന്താ മുസ്ബല്ലേ പോയ ഫീല്. ഇന്നെന്താ ചെന്ന അതിഥികളുണ്ട്. അപ്പൊ ഉണ്ടാവും. ഓരോരുത്തർ പറയാതെയാണോ അല്ല അതൊന്നും ഞാൻ ഭക്ഷണം വാങ്ങിയാ വന്നത്. ഞാൻ ഭക്ഷണം അങ്ങനെയല്ല, അതിന്റെ മുന്നേ ഇവിടെ ഒത്തു കയറി കൂടി വരും. ഞാൻ ചോദിക്കട്ടെ, ഞാനിന്ന് വന്ന് കയറിയപ്പല്ലേ ഞാൻ പെരന്റെ പുറത്തേക്ക അതില് വാതില് തുറന്നെന്നാണ്ട് ഞാൻ തുറന്നപ്പോ വാതിൽ എനിക്കൊരാൾ തുറന്നു. ഞാൻ തുറന്നപ്പോ ആരുമില്ല. പക്ഷെ അത്ര പെട്ടെന്നോ അതൊക്കെ ഉണ്ടാവും. ഇജ്ജ് അവിടെ പോണമ്പോ നോക്കിട്ടാണോ ചോറ്റിക്ക് മതി. അല്ല ജെല്ലി പറ്റുന്നില്ല. ഇപ്പച്ചി ഒരു 5-6 ജെല്ലി എന്തിനാണ് തിന്നു. ഒന്നും പറ്റിയില്ല തോന്നുന്നു. അല്ല ഇപ്പച്ചിക്ക് ക്ഷീണം പിടിച്ചില്ലല്ലോ. പിന്നെ ഓൾറെഡി ജെല്ലാണത്. ഒന്നായിരിക്കാനാവണല്ലോ. ഇരിക്കല്ലേ ഇവനൊരു എക്സ്റേ എടുത്തിക്കണേ നബീലിന്. പല്ലിന് വയ്യാഞ്ഞിട്ട് എക്സ്റേ ഇന്നലെ കോഴിക്കോടേക്ക് നടന്നു. കോഴിക്കോട് കൂറ്റപ്പാറക്ക് കൂറ്റപ്പാറ പാലയിലേക്ക് നടന്നു. ഇന്ന് വീണ്ടും എക്സ്റേ അതിലും ബാസിനോട് അറിയണേ അനക്കുവാണെങ്കിൽ വേറെ എക്സ്റേ തരാം. അല്ല എന്റെ എക്സ്റേ ഇപ്പൊ എവിടെയുള്ളത്? അങ്ങനെ എന്റെ എക്സ്റേ ഇന്നലെ എടുത്ത എക്സ്റേ ബാസിന്റെ വരി പോയത്. പാലങ്കര എത്തിയത് അത് വണ്ടിയില്. ഞാൻ എന്റെ പേരന്റെ അവിടുന്ന് ഞാൻ ഇതിവിടെ കൊടുക്കുക കൂറ്റപ്പാർക്ക് വരുന്ന എന്നായിക്കോട്ടെ. ഇപ്പൊ വരും. ഓളിപ്പോ വരും. ആണ് വെച്ചൂടെ ഒരു ദയം കാണിക്കണ്ട. സൽമാൻ എന്താ വർത്താനം? എന്തിനാ മാസമായിട്ട് ഇരിക്കണം അവിടെ നീച്ചൂടെ? എന്റെ പുറത്തേക്ക് പരിപാടി കിടക്ക്. ജിംഷ ഇവിടുന്ന് എടുത്തോ. ഞാൻ ഇവിടെ മോത്തേക്കല്ല പുറത്തേക്ക്. ഞാൻ ഇവിടെ വെക്കാം. അല്ലല്ല ഈച്ച വെച്ചാൽ മതി. ഈ സാധനം ഇത് പുതിയുണ്ടാ? ഇത് പഴയ ഉണ്ടനെ പോലെ അല്ല കേട്ടോ. ഇത് റൊമ്പ ഉണ്ടമ്മ. ഇത് റൊമ്പ വെടിയമ്മ. പ്ലേറ്റ് ആയിട്ടൊക്കെ കേട്ടോ ചെയ്തേ. അത് തിന്നോട്ടാണ്ട് അല്ല ഇപ്പച്ച കൊടുത്തു. ഉമ്മയും ഞാനും തനിച്ചാണ് ഈ വീട്ടിൽ. ഇപ്പച്ചിയാണ് ആഫീഫിനെ കൊണ്ട് സയൻസ് എടുപ്പിച്ചത്. ഇപ്പച്ചിനെ എവിടെ വെച്ചാലോ ഈച്ചോ?
ആയിട്ടില്ല. അവിടുന്ന് ഇങ്ങനെ ഇവിടെ നേരം വെക്കും തിന്നാൻ കിട്ടിയാലായി. ഇന്നലെ ഏതോ പെരക്കാര് കൊണ്ടുവന്നാട്ടോ. അനു ഇത് ഇന്നലെ ഏതോ പെരക്കാര് കൊണ്ടുവന്ന കുടിച്ച ഇത് കുടിച്ചോ, ഇനിയും വരും. കണ്ണൂർ സ്പെഷ്യൽ ആണല്ലോ. എടാ കണ്ണൂർ സ്പെഷ്യൽ ഇതാ. ഷുഗർ തിന്നോ? തിന്നാണിന്റെ കുട്ടി മധുരം തിന്നാണി എന്റെ കുട്ടികള്. പിന്നെ തിന്നാണി മധുരം. ഇതൊക്കെ എന്താ? ഇതൊക്കെ ഇന്നലെ ഏതോ പെരക്കാര് കൊണ്ടുവന്ന. ഇത് കട്ട് ചെയ്യണല്ലോ. ബാസിലെത്തിയോ? ബാസിലെത്തി. ഓ ഓൻ്റെ ഒരു കുറ്റേ വരാത്ത ബാസിലും വേണ്ടിട്ട് കൊടുക്ക 2 പടി ആ ചെയ്യുന്നു. ഇനി ഞാൻ തുറക്കണേ, ഞാൻ തുറന്ന ഗേറ്റ്. ലേറ്റോ? ഇമ്മ ഇന്നാലും കെണിയിൽ പെടാതെ എങ്ങനെ മെരുകയില് പാസ് ചെയ്തു? എടാ ഒറ്റക്ക് തിന്നടാ, ആൾക്കാര് വരണ്ടേ? അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് 2 അതിഥികൾ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് ഒരു അതിഥി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ ആയി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പെരേക്ക് വാ പെരേക്ക് വാ പെരേക്ക് വാ. അങ്ങനെ അവസാനം 25ഓളം വരുന്ന കുടുംബ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആ 2 വ്യക്തികളോട് എത്തിച്ചേർന്നിരിക്കുകയാണ്. വരൂ, കിടന്നു വരൂ. വാ വരി. നീ എങ്ങനെ ഇവിടെ വന്നു? പറ്റി ഇങ്ങോട്ട് വരാനുണ്ടായ മോട്ടീവ്? പാത്തു കൊറേ ആയി പറയണ്. അല്ല അങ്ങനെയല്ല, ഞാൻ വരൂ, അങ്ങനെയല്ല. പാത്തുവിനെ കുടുംബ പ്രേക്ഷകർ കാത്തിരിക്കല്ലേ, 25ഓളം വരുന്ന കുടുംബ പ്രേക്ഷകർ കാത്തിരിക്കല്ലേ. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചു രണ്ടും കൽപ്പിച്ചോണ്ട് വരാന്ന് വിചാരിച്ചു. അങ്ങനെ പാത്തുവിന്റെ വണ്ടി ഇന്നലെ രാത്രി ഞാനാണ് ഡ്രൈവ് ചെയ്ത് കൊടുന്നേട്ടാ. പ്രത്യേകത 8 മാസത്തില്. അല്ല, ഞാൻ എനിക്ക് വണ്ടി ഓട്ടാൻ അറിയുമ്പോ ഞാൻ പെൺകുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാറില്ല. എന്താ, എനിക്കത് ഇഷ്ടല്ല, പേടിയാ. പ്രത്യേകിച്ച് ബലപ്പം ഞാൻ കയറില്ല. ബലപ്പം ഇവലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് കാണണം പോലെ പോണത്. ഇങ്ങനെ പോവാ. അല്ല, ഇപ്പൊ കുറെ മാറി. പക്ഷെ എന്നാലും 24,000 കിലോമീറ്റർ മാഷാള്ള എവിടെയും തട്ടാതെ ഓട്ടി അല്ലേ? 24,000 കിലോമീറ്റർ ഓടിയില്ലേ? ഇപ്പൊ തന്നെ പോലെ എത്ര കിലോമീറ്റർ ആയി? അപ്പൊ 2 കോഴിക്കോട് നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. പലിച്ച വ്ളോഗിൽ പങ്കാളികളാവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നത് വരാൻ പറഞ്ഞിട്ട് ഇന്നാണ് നടന്നത്. വരി വരി വരി. അസ്സലാമു അലൈക്കും ഇമ്മച്ചി. ഹായ്, റീജോയിൻ. ആ വ്ളോഗ് കോമഡി അല്ല. ആ തുമ്പ വല വാല ഒരു തുമ്പില്ല. ഇതെന്തില്ല കവറമ്മ? ഓല വകയിട്ട് കൊടുന്ന ഇതാരാ? എവിടുന്നാ വന്ന്? കണ്ണൂരാ? ഇത് കണ്ടോ കണ്ട് കണ്ണൂരിൽ നിന്ന് വന്ന്. ബൈ. ഈ ഏരിയക്ക് കോപ്പിറൈറ്റ് ഉണ്ട് കേട്ടോ. ഏരിയ കാണിച്ചാൽ ടീമിലാണ്. വെടി കൊള്ളണോ? പുറത്തോണ്ടേ വെക്കാനാ?
ക്ഷമിക്കണം. എന്താന്ന് വെച്ചാലേ ഓരോ 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 രാജ്യങ്ങള് അതിഥികളെ ഓരോ രീതിയിലാണ് സ്വീകരിക്കുക. ഇവിടെ എങ്ങനെ സ്വീകരിക്കല്? ചിലർ വെടി പല രീതിയിലും വെക്കും. എന്താ വേണ്ടി? ഷവായ ഫുൾ കഴിഞ്ഞ എന്നും ഇതേ അവസ്ഥ ഉണ്ടാവും വ്ളോഗ് ഇട്ട് കഴിയുമ്പോ. ജിംഷ ഇവിടെ എവിടെയും വെക്കവാ, നമുക്ക് ഇരിക്കാം. ഇവിടുന്ന് വെക്കണം. പക്ഷെ ഇവിടുന്ന് വെച്ചാലോ നോക്ക്. ഉമ്മയും ഞാനും തനിച്ചാണി വീട്ടിലുള്ള കരിഞ്ഞും കൊണ്ട് ഈ സ്വർഗക്കൂട്ടിൽ തേങ്ങലു മാത്രം ഉമ്മ കേറി മാത്രം. അങ്ങനെയൊക്കെ തന്നെയാണോ അതിൻ്റെ വരി? അറബ് നാട്ടിൽ അകലെ എങ്ങാണ്ടിരിക്കുമ്പോ അപ്പാരിയാൻ അങ്ങനെ വെച്ചോ. അകമുരുകി കൊതിക്കും മകൾക്കൊരുപാടുണ്ട് പറയാൻ. പൊന്തി വരുന്നുണ്ടോ പിന്നെയും? ഇല്ലല്ലേ? അത് ഓക്കെ അല്ലേ? ഒരു 1.5 വെക്കണോ? ഇതൊക്കെ അല്ലേ? പക്ഷെ ഇത് ഫോക്കസ്ഡ് ആവില്ല. 1.5 ഫോക്കസ്ഡ് ആണല്ലോ. ഫോക്കസ് ആയി പോരും. വെടി വെച്ചാ സ്വീകരിക്കല്. നിങ്ങൾ അങ്ങോട്ട് നോക്കല്ലേ, ഇവിടെ നിങ്ങൾ ഫുഡ് കഴിക്കും. ആണോ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ സുഹൃത്തും വഴികാട്ടിയും നമ്മുടെ ഈ വർഷത്തെ നോമ്പ് വ്ളോഗിൽ ബെസ്റ്റ് ബ്ലോഗിംഗ് അവാർഡ് നേടിയ ബാസിൽ ഈ ഒരു സദസ്സിലേക്ക്, ഹർഷാപാത്തും ഇർഫാന ഇബ്രാഹിം ഒക്കെ അടങ്ങുന്ന ഈ ഒരു സദസ്സിലേക്ക് കടന്നു വരികയാണ്. റിംഗ് മാസ്റ്റർ നബീലിക്കു അവതരിപ്പിക്കുന്ന പെരച്ച പരിപാടികളിലേക്ക്. നബീൽ എനിക്ക് പറ്റിയ പണി വെച്ച് തുടങ്ങണം എന്തായാലും. റിംഗ് മാസ്റ്റർ പരിപാടി ഇതാ വരുന്നു. ജിമ്മിൽ നിന്നും കടന്നു വരുന്നു ബാസിൽ അവർകൾ. ഇതാ വരുന്നു. ബാസിൽ അസ്ഥാനത്ത് വല്ലതും കൊണ്ടോ? ബാസിലിന്റെ മീശ ഒന്ന് ബാഹ്യ വെട്ടി കേട്ടോ. നോക്കിട്ടോ മീശ കേട്ടോ. ബാസിലെ മീശ അട്ടിക്ക. ആ മീശ കുറച്ച് കയറിക്കണ്. ഞാൻ അപ്പളാ എന്നോട് പറഞ്ഞല്ലേ കുറച്ച് കയറിക്കണ്. ഡൽഹിന്ന് മീശ വെട്ടിയ പോലെ ആയിക്കണ്. എനിക്ക് ബാസിലിരിക്കെ അവിടെ ഉമ്മച്ചി മധുരം അധികം നിന്നല്ലേട്ടാ. ഷുഗർ നിർത്തിന്നോ? അത്രയും തിന്നണ്ട്. ആ സെയിം വെച്ചോ. സെയിം ആ ഫ്രെയിം കീപ്പ് ചെയ്തോ. കാരണം ജിമ്മ് കുടുംബക്കാരെ തന്നെയാണ്. ചാവി എടുത്ത് കൊടുക്കാണ്. നമ്മളിപ്പോ എത്തിയിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് എന്താ പറയാ, ഒരു കാര്യം കിട്ടില്ല. പാട്ടാ വരാൻ പോണേ. സൂപ്പർ പാട്ടാണ്. ഈ ഇങ്ങോട്ടിരിക്കോ. അവിടെ എനിക്ക് മൈക്ക് ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. വൈറ്റ് റൈസ് അല്ലേ? വൈറ്റ് റൈസ് അങ്ങനെ പറഞ്ഞോ. എത്രയും കഴിക്കും, ഒരു പ്രശ്നമല്ല. കാർബ് കുറച്ച് കയറുന്നുള്ളൂ. ഈ റൈസ് എത്രയും കഴിക്കട്ടോ, പ്രശ്നമില്ലാത്ത റൈസാ. ഇന്ന് അശോകന് ക്ഷീണമാവാം. ഇല്ല ഞാൻ രാവിലെ നേരത്തെ പോകും. ആരും എണീക്കൂല. ഞാൻ തന്നെ വീട് കൂട്ടി പോകും. 2 മണി നേരത്തെ അല്ലെങ്കിൽ ജിമ്മ് പോവാൻ 2 മണിക്കൊന്നും ഏത് വീട്ടുന്നു ആരും എണീക്കൂല. ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇയാള് വരും, അതിന്റെ ഓണർ വരും.
ശരിക്കും എടുക്കടാ. റൈസ് ഫുള്ള് പുറത്തേക്ക് വേണോ ഇജ്ജെടുത്തിട്ട് എന്താ കാട്ടണത്? എങ്ങനെ കൊണ്ട് ഇപ്പോഴത്തെ നല്ല അടിയല്ലേ തലച്ചൊക്കെ തൊപ്പിയൊക്കെ ഇട്ടുണ്ട്. നമ്മ അന്നേനെ അയച്ചാ ഇന്നലത്തെ തുറവി അടിപൊളിയല്ലേ? ആ നല്ല സൂപ്പറാണ്. ലൈറ്റ് കമ്മി ഉണ്ടായിനി അവിടെ. ആ അതെന്താ വെച്ചാ എസ്തെറ്റിക്കിനെ ബാധിക്കാൻ വേണ്ടിട്ടാണ് ലേറ്റ് കുറച്ചത്. നേരത്തെ കഴിച്ചില്ല. ഒപ്പം നിൽക്കണോ? ഇത് വൈറ്റ് റൈസ് അല്ലേ? ഇപ്പൊ നമ്മൾ നെയ്ച്ചോറ് ബാക്കിയാണല്ലോ. കുറച്ചധികം എന്റെ മുതുകിനെ അപ്പൊ എക്സ്റേ എടുത്തില്ല. ചന്ദ്രനെ പട്ടാളത്തിലുള്ള 24 കൊല്ലം വെച്ചേ കാട്ടാക്കട അറിയോ? കാട്ടക്കട മില്ലിട്ടേക്കണ മോഹൻ അറിയാം. മോഹൻ അറിയില്ല. ട്രെൻഡിങ് ആയിരുന്നു. മില്ലിട്ടേക്കണ മോഹൻ അറിയില്ല. കാട്ടക്കട അറിയില്ല. അല്ല അത് കണ്ട് നീ കാട്ടക്കടയോടുള്ളടാ. കാട്ടക്കടയോടുള്ള നീ കാട്ടക്കട മില്ലിട്ടേക്കണ മോഹൻ അറിയാം നിനക്ക്. ഓട്സ് കണ്ടിട്ട് എടുത്താൽ മതി ഇപ്പൊന്ന്. ആ ഇപ്പൊ പാടില്ല. ഇല്ലാത്തൊരു ബഹുമാനം ഇപ്പൊ നമ്മൾ കുറച്ച് കഴിച്ചത് അവരൊക്കെ ഇങ്ങനെയാണ് രീതി എല്ലാവരും കഴിച്ചു. ഊണിലും മുടക്കത്തിലും അങ്ങനെ ചിന്തിക്കുക. കഴിച്ചോളി ഇപ്പച്ചി തറവി ഉണ്ടായിക്കറി ഏറ്റില്ല. ഇത് എടുത്തരും ഒന്നാമെന്ന് പറഞ്ഞു കൊടുത്താണ് അതും അതൊക്കെ. ഇന്നാകെ ആൾക്കാര് അതുകൊണ്ടാണ് സ്ഥലം പറഞ്ഞില്ല. അല്ലമ്മ നിങ്ങളെന്താ ഈ മധുരം മാത്രം തിന്നണേ? മുട്ടമാല. വീണ്ടും പിടിയും മുട്ടമാല. അത് മഞ്ഞക്ക് വരും. ഇപ്പത്തും ഭാഗത്തും അനിയുടെ പോലെ സൈക്കോന്റെ കൂടെ അല്ല. എടാ 2 ബോട്ടിൽ വെള്ളമുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോ. വെള്ളം എടുത്തേക്ക്. എല്ലാരും ഉണ്ട് ഇനി അവിടെ എല്ലാരും കുട്ടികളല്ലേ ഇവരൊക്കെ ഉണ്ടായി. നമ്മള് വേറെ തുറവി വെക്കുന്നുണ്ട് ഇപ്പാ തിരയില്. ഇവലൊക്കെ വിളി എന്നാ പറഞ്ഞ ഡേറ്റ് എല്ലാരും വരിട്ടാ. ഇവല് നാളെ പോയാ ഞങ്ങളെന്താ വരിക? ഇവല് മിന്നും പിന്നെ മിന്നൽ ടീംസ് ആണ്. ഒരുക്കം അഫിന്റെ പരീക്ഷ നോക്കി നോമ്പ്. അഫിന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ഒരു 30 നോമ്പ് അഫിക്ക് തുറപ്പിച്ചാണ് അവിടെ. ഒന്നും കിട്ടില്ല, നോമ്പറയും കിട്ടണില്ല. എന്ത് തുറവി എല്ലാവർക്കും പറ്റുന്ന ദിവസം ആ ഒരു വെള്ളം തക്കാളി വെള്ളം കൗത്തിക്കവിടെ പറഞ്ഞു മാപ്പോ. ഓൾ കേരള ഷുഗർ ഡാഡി അസോസിയേഷൻ പ്രസിഡന്റ് ഷുഗറിൽ മുഖ്യ മുട്ടമാലയെ കുറിച്ച് അതിന് മാത്രമേ കഴിക്കാൻ.
മറ്റേ ഒരു ഏതായാലും പഠിച്ചോ കാത്തിന് ഓന അത് തിന്നിട്ടില്ല ഏതറിയോ അതിമൊരു അത്തറ് ഞാനല്ല കേപ്പിയാ കേപ്പി ബോക്സ് തുറന്നു ഒരു കഷ്ണം ഹൽവന്റെ ബോക്സില് തിന്നാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തിന്നു അത്ര മാത്രം ബാക്കിയാക്കി. ഞാൻ രാത്രി ഒന്നിട്ട് ഭയങ്കര പോരാ എല്ലാ കാലിയേക്കണ് അത്തറിന്റെ മാത്രം നിങ്ങളില്ല നോക്കുമ്പോ ഞാന് അജുവാദ് കേപ്പി അന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ടേ വെട്ടിയാണ്ടപ്പോ കേപ്പി തുറന്നു. അപ്പൊ പിന്നെ ഞാനും അതിലൊന്നും ഇല്ലേനല്ലോ. ആകെ ഒരു കിവിയും ഒരു ടെൻഡർ കോക്കനറ്റും എന്റെ മുന്നേ ആരോ ആൾക്കാർ അതില് അങ്ങനെ ഒന്ന് ഇടിക്കുന്നേ അജുദിന് മാത്രമേ വിഷയമല്ല. അജുദ് ബാംഗ്ലൂർ ഷുഗർ ഡാഡിയാ അല്ല ഷുഗർ കട്ടാ. അപ്പൊ ഇതൊക്കെ ഇവിടെ സമയത്തെ രാവിലെ കൽബ് കുൽബൈക്കണ്. അല്ല അപ്പൊ എപ്പ കടന്നാ എന്നാ പോയി വേഗം നിസ്കരിച്ച് വേഗം കടന്നു. എന്ത് പരീക്ഷയാണേ ആ നോട്ടത്തിന്ന് എനിക്കെല്ലാം ആയി. അപ്പൊ എന്തിനാ പേടിച്ചനെ? എന്തൊക്കെ ഒഴിച്ച കാപ്പിക്കോ മറ്റു നല്ല ഗ്ലാസ് ഒഴിച്ചോക്ക നാരങ്ങളുടെ ഒഴിച്ച ഗ്ലാസ് മാറിയത് അത് മാറ്റി വെക്കും വേറെ ഗ്ലാസ് കഴിക്കാം. ഇട്ടോ നല്ല രസമുണ്ട്. ചെസ്റ്റ് പീസ് ഒന്നും എടുക്കട്ടോ. ഒരു ചെസ്റ്റ് പീസ് എടുത്തോ. ഫുള്ള് ചെസ്റ്റ് പീസും ബാക്കിയാ. കുറച്ച് പ്രോട്ടീൻ തിന്നാ. അപ്പൊ അതുള്ള ഏരിയ മാത്രം. തക്കാളി വെള്ളം കുറച്ച് പ്രോട്ടീൻ ഒക്കെ തിന്നൂടെ? എന്തായാലും ചിക്കൻ അല്ലേ? ഓട്സ് ഒന്നും ആരും തിന്നാറില്ല ദാദാ. അവസാനത്തെ 10 ഓട്സ് ഒക്കെ ഫുൾ ബാക്കി. സാധാരണ മാത്രം ഈ റൈസ് ഇന്നലെ ഇങ്ങനെ പറഞ്ഞു പക്ഷെ നബീലിനെന്നും അനുകൂലമാവും. 25ഓളം വരുന്ന കുടുംബപ്രശ്നം. കാരണം എന്താ വെച്ചാൽ ഒറിജിനൽ സ്വഭാവത്തിൽ കാട്ടണില്ലല്ലോ, അഭിനയിക്കല്ലേ. വ്ളോഗ് ഓണായ അപ്പൊ തൊട്ട് തിലകൻ മോഡ് ഓണാക്കാണ്. ഇന്നാളെ ഒറിജിനലായിട്ട് പുറത്തു വന്ന് ബാക്കിന്ന് ക്യാമറ വെച്ചു. എന്നൊക്കെ മിസ്സായി. ബാക്കിന്ന് ക്യാമറ വെച്ചു. അതിൽ അർഷീനെ പിടിച്ച് അടിച്ചിന്. അർഷീനെ ഫിറ്റ് ആക്കണേ. ആ എന്റെ കാരണം എനിക്കെന്താ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഫുൾ സീന്. ഇപ്പത്തെ ഡയറ്റിലാ. ഇപ്പത്തെ മറ്റേതാ ഒരു ഇത്ര കിലോ സാലഡ് കഴിക്കണം. ബിഫോർ ഓർ ആഫ്റ്റർ ആണല്ലേ? ഫുഡിന്റെ ബിഫോർ ആഫ്റ്റർ ആണോ? അജുദും ഡ്യൂട്ടിയിലേനി. അങ്ങോട്ട് മാറിയിട്ടുണ്ടേ. അജുദിന്റെ ഡ്യൂട്ടി നേരത്തെ സമരം നടക്കണ്ടല്ലോ. ക്ലിനിക്കൊന്നുമില്ല. ഒപ്പീനിയൻ ഇടുക.
നമുക്ക് KSRTC കുറിച്ച് പറയാം. സുഹൃത്തുക്കളെ നബീലിന്റെ ഷോറൂം തറക്കല്ലിടും കേട്ടോ നാളെ അല്ലേ? നാളല്ല തറക്കല്ലോ ബിൽഡിംഗ് ആദ്യം കഴിഞ്ഞാണ്. പറയുമ്പോലെ ബിൽഡിംഗ് ആദ്യം കഴിഞ്ഞത്. എന്നാലും ഞങ്ങളും തറക്കല്ലിടും ബാസിലെ. നമുക്ക് അത് ഇട്ടില്ലേ ഒരു സുഖമല്ല. അതുകൊണ്ടോ അതിനെ തുടങ്ങാൻ കഴിയുള്ളൂ. അടിച്ച് കയറ്റി പ്രോട്ടീൻ ഇതെന്താ പ്രോട്ടീൻ തന്നെ കയറി. അത് പോണോ പായസം ചച്ചു കുടിച്ചു. പായസല്ല കേട്ടോ, ഫ്രൂട്ട് സലാഡും അല്ല. ഫ്രൂട്ട്സിലാണ് എനിക്ക് തോന്നുന്നുണ്ടേ. സാധാരണ അങ്ങനത്തെ നല്ല മുന്നിലുണ്ടായാല് മധുരൊന്നുമില്ല. പക്ഷെ ഇതൊരു ഫ്രൂട്ട് സലാഡ് അതുകൊണ്ട് പോകും. മോട്ടറാണോ? വെള്ളം കഴിഞ്ഞോ? എടാ മോട്ടറിന്റെ അടുത്ത ഭാഗത്തോ? മോട്ടർ ഇട്ടാകുമ്പോ ഭാഗത്ത് സ്വന്തം സ്വിച്ച് ഓൺ ആക്കി. സൽമാനെ ആ മോട്ടറിന്റെ സ്വിച്ച് ഇട്ടാ ഹീറ്ററിന്റെ ഇടല്ലേ കേട്ടോ. പറ്റിയില്ല. എടാ എങ്ങനെ മധുരം ഉണ്ടാവുക? അത് സോക്ക് റോഡ്സ് ആണേ. ഇജ്ജ് കോരി പാടുന്നപ്പോഴേ ചൊറപ്പേനി ഇജ്ജ് നീളം പോല. അവിടെ ഒരു കറുപ്പ് ഇങ്ങനെ താത്തല്ലേ അതിൽ നിങ്ങൾ അമർത്തരുതായിരുന്നു. ഇപ്പൊ നിങ്ങളെ വിമാനത്തിന്റെ ഫസ്റ്റ് എഞ്ചിൻ ഓഫ് ആയിരിക്കുകയാണ്. ചെറിയ മധുരം. ഓളെ ഓക്കൊക്കെ എത്ര മധുരം തിന്നാ? അത് എത്ര മധുരം തിന്നോ? ചെറിയ മധുരം ഉള്ളൂ. കുറച്ച് ഞാൻ തോന്നുന്നു. ഓക്കെ അല്ലേ? എന്നാലും ഭാര്യക്ക് ഏതോ ഫാമിലി കൊണ്ടത് അത് ഓക്കെ മധുരാണ്. വെള്ള മുട്ടന്റെ വെള്ള, മഞ്ഞ മുട്ടന്റെ മഞ്ഞ. ചെസ് കളിക്കാം. ഇന്നലെ ആരോ കൊണ്ടുവന്നു കൊടുത്തോ. ഏത് പഴപ്പീരുന്ന്? ഇത് കണ്ണൂർത്തെ മെയിൻ. ഈ പഴം എക്സ്ട്രാ മുട്ടമാല കണ്ണൂരല്ലേ മെയിൻ? അതൊക്കെ മനസ്സിലായി. ഇത് റോബസ്റ്റ് പഴല്ല. അതല്ല അറിയിച്ചു മുട്ടപ്പം റോബസ്റ്റ് ഇടല്. അല്ല അമ്മ റോബസ്റ്റ് ആണ്. ഫ്രൈ ചെയ്ത് വരുന്നതിലും അതന്നെയാവും വിശ്വസിക്കാം. ഇത് ട്രൈ ചെയ്ത് വന്ന ഞാൻ ചോദിച്ചു നെക്കറില്ലാത്ത ഷാജി ബാബന്റെ ഇതിലെ കണ്ടിട്ടില്ലേ? സെയിം സാധനം. എന്തൊക്കെ പറയണത്? എനിക്ക് എവിടേക്കും എത്തണില്ല. ഞാൻ ബാക്കിൽ എന്നിട്ടാ വിളിക്കണ. ആരും എത്തൂല. ഷാജി ബാബന്റെ അടുത്തുള്ള പഴം കണ്ടിരുന്നു. ചെറുപയല്ല. ഈ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടോ? ഇന്നലെ അവര് നോമ്പ് തുറന്ന ശേഷം വീഡിയോ കോള് കളിച്ചതില്ലേ അനാന്റെ നോമ്പ് ഒരു വഴി തോന്നാം. 2 പ്രാവശ്യം ഇവിടുന്ന് മടങ്ങി പോയി. കഴിഞ്ഞ ഞായറാഴ്ച അല്ലടാ ഒരു വേറെ കൊണ്ടുവന്നപ്പോ പോലീസ് സാധനങ്ങളൊക്കെ അല്ല അല്ല ഒരു ഫാമിലി ഞമ്മക്ക് തരാനുള്ള കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റും കസ്റ്റമൈസ്ഡ് ഹാമ്പർ ഒക്കെ ആയിട്ട് ഒരു തേക്ക് മ്യൂസിയത്തിലുണ്ടല്ലോ പൂമ്പാറ്റൊക്കെ തീറ്റ എടുക്കാൻ വന്നടാ. അറിയില്ലേ ഒരു ഫാത്തിയല്ല പറഞ്ഞു. എന്തിനാണ് ഉരുണ്ടത് അവിടെ പറഞ്ഞോട്ടെ. അൽഫാമോ? പ്രാർത്ഥിക്കാൻ വേണ്ടി പറയട്ടോ. അതാണ് അത്രേ ഉള്ളൂ എന്റെ ബുദ്ധി. ഫാത്തിഹ ഓതാൻ തുടങ്ങി. അത്രേ ഉള്ളൂ ഞങ്ങളെ ബുദ്ധി. ഒരുമാതിരി കുട്ടികളെ കളി കളിച്ചേ അയക്കാറിയ പേരന്റെ മുന്നിൽ പള്ളി. എന്റെ പേരിന്റെ അർത്ഥം എന്താ? അത് ഇവിടെ പറയണ്ട. എന്നാലും പറഞ്ഞേ
ശ്രേഷ്ഠനോ? സാരില്ല. എന്തായാലും കുഴപ്പമില്ല കുഴപ്പമില്ല ഇജ്ജ പറഞ്ഞപ്പോ ചെറിയ അല്ല കാണാൻ വയ്യാത്തോട്ടോ ബഹുമാനക്കുറവുകൊണ്ടാണ് വിചാരിക്കരുത് മൂട് കയറിയിട്ടുണ്ട്. ഞാൻ പോവാ അതാണ് അതിന്റെ ഒരു രണ്ട് തുണി അടിച്ചു പിന്നെ മറന്നല്ലേ മുണ്ടിന്റെ മടക്കി കുത്തായിക്കോട്ട് ബഹുമാനക്കുറവുണ്ടെന്ന് വിചാരിക്കരുത്. മൂട് തിരുത്തി പിന്നെ ആദ്യം ഓൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതിന്റെ പ്രത്യേകത എന്താണ് നോക്കും സൽമാനെ, ഇത് നല്ല റിസ്കിൽ ഉണ്ടാക്കേണ്ട സംഗതിയാണ്. മുട്ടയുടെ വൈറ്റ് ആണിത് കണ്ടോ, അത് മാത്രം കിട്ടണ്ടേ? അല്ല അതിങ്ങനെ കാട്ടിയാ പോലും ആണോ? സിമ്പിളാക്കി അല്ല ഞാൻ പറയട്ടെ, ഇത് രണ്ടും ഇങ്ങനെ ഒറ്റ ഇതിൽ കഴിയില്ലല്ലോ. ഒരു ഇതിലേക്ക് പാത്രത്തേക്ക് ഒന്ന് ഒരു മുട്ട അങ്ങനെ അടിച്ചിട്ട് കിട്ടുമോ? കിട്ടൂലല്ലോ. അങ്ങനെ ഇട്ടല്ലേ ചെയ്യും. അല്ല ഇത് വേറെ വേറെ കിട്ടണ്ടേ? വൈറ്റും യെല്ലോ വേറെ കിട്ടണ്ടേ? ഇതുണ്ടാക്കിയല്ല പരിചയമാണ് കണ്ണൂർക്കാർക്കും കോഴിക്കോട്ടുകാർക്ക്. ഇത് മാത്രമല്ല, അതെ പൊന്നാനിക്കാർക്കുണ്ടോ? ഇത് കണ്ണൂർക്കാരുടെ സ്പെഷ്യലാ. ശരിക്കും സ്പെഷ്യലാണ്. ആ നമ്മളെ കണ്ണൂർക്കാരൻ പറയുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും ഇതൊരു ടീച്ചറാണ്. TTC കഴിഞ്ഞ വർക്ക് ചെയ്യണില്ല. ബത്തൊക്കെ എടുക്കണോ? മറ്റേ 100 അഭിപ്രായം ഒന്നായിട്ട് വരികയാണ് ഒറ്റയ്ക്ക്. പിന്നെ TTC കഴിഞ്ഞ ടീച്ചറാണെങ്കിൽ ഇവിടെ 3 ആളുണ്ട് TTC ആരെ ചോദിച്ചേ? പാത്തോ ഇവിടെ TTC അല്ലെങ്കിൽ BEd യോഗ്യത നേടിയ 3 ആൾക്കാരെ ഈ ടേബിളിൽ ചൂണ്ടിക്കാണിച്ചു തരാം. 3 അല്ലല്ലോ. ആദ്യം അതെന്താന്ന് പറഞ്ഞു ഒന്ന് തെറ്റി. സൽമാൻ ചൂണ്ടിക്കാണിക്കാം. ഈ ടേബിളില് TTC BEd ക്വാളിഫിക്കേഷൻ അടുത്ത ഇപ്പത്താ ഒരു ചാൻസ്. അവിടെ പാടി. പിന്നെ സൈക്കോ BEd എന്തോ പഠിച്ചില്ലേ? ബാസിൽക്ക TTC ഇപ്പത്താക്ക് ഫസ്റ്റ് പ്രൈസ് ഇട്ടാ. ഞങ്ങൾ ഒരുമിച്ച് BEd ആണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ് അതെനിക്ക് ഓർമ്മ, അതാണ് ഞാൻ പറഞ്ഞ TTC അല്ലേ. സോറി എന്റെ ക്വാളിഫിക്കേഷൻ കുറക്കരുത്, ഞാൻ BEd ആണ്. ഇല്ലല്ല ഫോണാണ് അതിന് നബീല് ഞാനിപ്പോ കൊറേ വേവ് ഞങ്ങൾ രണ്ടാളും BEd ആണ്. ഇവനെ ആ ക്ലാസ്സിനൊക്കെ കാട്ടിക്കൂട്ടെ അന്ന് ഈ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ. നമ്മള് 900 കണ്ടി ബാസിൽ നിനക്ക് എന്ത് പറ്റിയടാ? വണ്ടി കയറ്റു. ഞാൻ കോളേജിൽ എന്നപ്പോ ഞാൻ കൊണ്ടാണ് അങ്ങനെ ആക്കി വെച്ചിനി. നിങ്ങളെന്തോ യൂണിയൻ എന്തോ അതല്ല ഞാൻ ഫസ്റ്റ് ചെല്ലുമ്പോ ബാസിൽ ആദ്യമായിട്ട് കോളേജിൽ വരാ. അല്ല യൂണിയനൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയണില്ല. ഇങ്ങോട്ടൊരു മനസ്സ് ഭർത്താൻ പറയണ്ടേ. അപ്പം ബാസിൽ കോളേജ് കഴിഞ്ഞ് വരിക. അപ്പം ഞങ്ങള് ക്ലാസ് തുടങ്ങിയിട്ട് 20 ദിവസം കഴിഞ്ഞിട്ടാണ് ബാസിൽ വരുന്നത്. അപ്പൊ ബാസിൽ നല്ല ഹൈപ്പ് കിട്ടണം. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഇപ്പൊ ബാസിൽ ഇന്ന ഹൈപ്പ് ആക്കണ പോലെ ഞാൻ അന്ന് ബാസില്ല. അതിൽ ഞാൻ പറഞ്ഞു ക്ലാസ് ഗ്രൂപ്പിൽ ഫുള്ള് ഞാൻ മെസ്സേജ് ഇട്ടു, എല്ലാവരും നെട്ടാ റെഡി ആയിക്കോളി, TTCക്ക് ഒരു പുതിയ പൊൻതൂവൽ. ഞാൻ പറയാം ശരിക്കും
ഇങ്ങനത്തെ പൊസിഷനിലുള്ള ആൾക്കാരൊന്നും TTC എന്ന കോഴ്സിന് ചേരാൻ പോകില്ല. പിന്നെ നമ്മളെ കോളേജ് നന്നാവാൻ വേണ്ടിയിട്ടാണ് അവൻ വരുന്നതെന്ന് പറഞ്ഞത്. അതായത് നമ്മളെ കോളേജിൽ വികസനങ്ങൾ വരണം. എവിടെ ഒന്നും വരില്ലേ TTC കോളേജിൽ എന്ത് വികസനം വരാനാ? എല്ലാം മുരടിച്ചു പോയി അവിടെ. അങ്ങനെ എന്ത് ചെയ്തു, ബാസില് മർത്തമ കോളേജിന്റെ കൊടിമരത്തുമ്പോ കേറിയിട്ട് പാർട്ടി പതാക വീശണ ഒരു വീഡിയോ ഒക്കെ ഞാൻ അതൊക്കെ ഇട്ടു. അപ്പം നബില് കൂടുതൽ ചിരിച്ചാ ബാസിനെ കളിയാക്കേണ്ടല്ലോ. ഞാൻ ബസ് കയറും. ബസ് കയറട്ടെ ബസ് കയറട്ടെ ബസ് കയറട്ടെ ബസ് കയറും ഞാൻ. അത് ബസ് കയറണോ? ബാസിൽ ഇപ്പൊ തിന്നുന്ന എല്ലാം തിന്നിട്ടോ. കൊടിമരത്ത് വന്ന് കൊടിയൊക്കെ വലിച്ചൂരി കോളേജിൽ അടി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തു. ഞാൻ എന്റെ ക്ലാസ് ഗ്രൂപ്പിൽ കൂടെ ഫുള്ള് സ്പ്രെഡ് ചെയ്തു. ഫുൾ സീനാണ്. അപ്പം പാർട്ടി പ്രവർത്തനങ്ങൾ ഇനി മുതൽ TTCയിൽ ശക്തമാവും. എന്ത് കാര്യത്തിന് അല്ലെ TTCയിൽ എന്തിനാ പാർട്ടി പ്രവർത്തനം? അതില് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞ ക്ലാസ് ഗ്രൂപ്പിൽ UDF-കാരും LDF-കാരൊക്കെ ഉണ്ടെങ്കിൽ അത് വേർതിരിച്ച് തന്നെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിക്കോളിയല്ലേ. ആകെ വിഷയാവെന്ന് പറഞ്ഞാൽ ആകെ സീനാക്കി. അപ്പം ഈ പാവങ്ങൾ ഞങ്ങളെപ്പോഴുള്ള 90 ലേഡീസാണ്, 90 ഗേൾസാണ്. എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ ഇതിന്റെ പെട്ട്. അതായത് ഇതിന്റെ അത്രയും കാര്യമാണ്. കാരണം TTCയിൽ 10 ബോയ്സേ ഉള്ളൂ. അപ്പൊ ഉള്ള ബോയ്സിന് ഭയങ്കര വാല്യൂ ആവും. വർക്ക് ചെയ്ത് തരാൻ ആൾക്കാരുണ്ടാവും, ചിത്രം വരച്ച ആൾക്കാരുണ്ടാവും, പരീക്ഷയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവും. ഞാൻ പ്ലേറ്റ് മാത്രം ഉണ്ടാവും കോളേജിക്ക്. കാരണം 90 തരം കൂട്ടാനുണ്ടാവും. ഞാനും ബാസിന് പ്ലേറ്റ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങും. അതുകൊണ്ട് എല്ലാ കൂട്ടാനും നമ്മളെ പ്ലേറ്റിലുണ്ടാവും. സമുദ്ര സദ്യ ഒക്കെ പോലെ നമ്മളെ പ്ലേറ്റ്. ടൈമാ ഇപ്പൊ ചോറ് നിന്ന മതിയാണല്ലോ. മുട്ടമാല എന്നാണ്. ഇതൊന്നും കോഴിക്കോട്ടുകാർ വരൂലല്ലോ. അല്ല, കോഴിക്കോട് നിന്ന് ഓരോരുത്തരും ഓരോ ദിവസം വരുന്നുണ്ട്. ഒരു ടീം അൽവായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ബാസിലിന് വൻ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടോ. അതില് ബാസിലിന്റെ ചിരി ഹൽവ ഉണ്ട് കേട്ടോ. അപ്പം ബാസിലിന്റെ ചിരി, ബാസിൽ വെറുതെ ഉണ്ടാക്കി ചിരിച്ച കുറെ ആൾക്കാർ എന്നോട് പറയലുണ്ട്. അപ്പം കാരണം വെച്ചാൽ ബാസിലിന്റെ ചിരി ഞാൻ യൂട്യൂബ് 22 തുടങ്ങി. ബാസിലിന്റെ ചിരി ഞാൻ 2014 മുതൽ കാണുന്നതാണ്. ഓനെ കാണുന്ന മുതലേ കാണുന്നതാണ്. ബാസിൽ എന്നിട്ട് ഈ ബിൽഡപ്പിലൊക്കെ വന്ന് സ്റ്റെപ്പിന്റെ അവിടുന്ന് ഞാൻ എന്തോ പറഞ്ഞിട്ടോ. അതില് സ്റ്റെപ്പുമ്മ ചിരിച്ച് വരുന്ന ദിവസാ. സ്റ്റെപ്പുമ്മ ചിരിച്ച് ജല ബാസിലെ ചിരിച്ച് പാടായി വീണ് സ്റ്റെപ്പുമ്മ ഫുൾ ബിൽഡപ്പ് ഫസ്റ്റ് ഡേ തന്നെ ചിരിച്ചിട്ട്. അതിൽ താത്തമാരെ വന്നു. ഇവനാണ് പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ഇവിടെ വന്നിരിക്കണത്. ഇപ്പൊ കോമാളി അമീറാത്തി ഇവലൊക്കെ പോകും. ഞാൻ വരുന്നതിന് മുമ്പ് ഇങ്ങാണ്ട് വരുമ്പോ തന്നെ എല്ലാവരും നീച്ചക്കണ്ടൊക്കെ പറഞ്ഞിട്ട് ആരും മുണ്ടിടില്ല, ആർത്താവ് പറയണില്ല. ഭയങ്കര പേടി. അങ്ങനെ ഹൈപ്പാക്കി. അതേമാതിരി റോജക്ക് വേണ്ടി വോട്ട് വെച്ചു. അത് അടുത്ത വ്ളോഗിൽ പറയട്ടോ. എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടിയത്. റോജ പറയാ അങ്ങനെ. അതല്ല പോള് വരെ ഉണ്ടാക്കി. അത് വലിയ കഥ. അതൊരിക്കലും പറയാൻ കൊറേ പറയണ്ടേ. അത് വലിയ കഥ. അപ്പൊ എനിക്കത് അടുത്ത വ്ളോഗിൽ ഞാൻ പറയണ്ട. അഫീഫിന്റെ എയർപോർട്ട് കഥ പോലെ അത് ഇന്നിൽ നിന്ന് വലിഞ്ഞു തരും. ആ സത്യം. നമുക്ക് പോയി പഠിക്കാം, അല്ലെ പോയി കടന്നുറങ്ങിക്കോ. ഉറങ്ങിക്കോ, പഠിച്ചേ മറക്കണ്ട. +2 പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ +2നെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല കേട്ടോ. ഇവിടെ ഈ പേരില് കണ്ണുകൾ വരണടാ ചോദേ.
മേലക്കൊച്ചൊക്കെ ഭാഗത്തോന്ന് നബീലേ മൂടല്ല വേദന എടുക്കണേ ബ്ലോഗിലല്ല ഇങ്ങനെ നല്ല വേദന കൊണ്ടിട്ടേ അല്ലാ ചിരിച്ചു പോടായിട്ടെന്ന് എനിക്കൊരു പ്രശ്നമില്ല ഹലുവ നബീലിന്റെ ശരിക്കുള്ള സ്വഭാവം കേട്ടോ. അതായത് അതിഥികളെ വീട്ടിൽ വിളിച്ചു വരുത്തുക, ഉപദ്രവിക്കുക. ആണ്ടോ, എന്നിട്ട് ഞാനല്ല എന്ന് പറയാ. അതിഥികളെ വിളിച്ച് വ്ളോഗിലുണ്ട് കേട്ടോ. കയ്യട്ടിയാത്ര വെച്ച് കാണ്ടേ ക്യാമറ കണ്ടു അപ്പൊ ഓനെന്താട്ടി കയ്യട്ടിയതാ. ഓട്സ് വരെ നക്കി തുടച്ചോ പോലെ. എന്താ ഓട്സ് എന്നിട്ട് കിട്ടണത് ഇത്രയും മധുരം കഴിച്ചിട്ട്? ഒന്നാണ് അടുക്കളയിൽ ഒരു ഐശ്വര്യം വന്നു കേട്ടോ. അതാ ലേഡീസൊക്കെ വന്നിട്ട് ഇതൊക്കെ എങ്ങോട്ടാ വെക്കണ്ട അങ്ങോട്ട് ഐശ്വര്യമുള്ള ലേഡീസ് ഉണ്ട് ഇവിടെ വന്ന്. മാഷല്ലാ ഫോക്കസിന് ആദ്യം പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ആണോ? ഫോക്കസ് ആവാനൊരു ടൈം എടുക്കണ്ടല്ലേ? അജോദേ എന്നാ റിട്ടേൺ പോണ്? 1-ാം തീയതി വിളിയൊന്നു. അതിന് അജോദ് 1-ാം തീയതി തിരിച്ചു പോകണല്ലോ. 1-ാം തീയതി അടുത്ത 1-ാം തീയതിയോ? അടുത്ത മാസം 1-ാം തീയതി. അപ്പൊ പെരുന്നാൾ ഉണ്ട് പോകുള്ളൂ. ഞാനേ 1-ാം തീയതി പറഞ്ഞപ്പോ നോമ്പ് ചെയ്യാൻ 10 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഡേറ്റ് കണക്കൂട്ടി 10 ദിവസം കഴിഞ്ഞാൽ പോകില്ലേ. 10 ദിവസം ഞാൻ നോമ്പായോ? ഇന്നലെ സീൻ പാട്ടാ കിടിലം പാട്ട് ഇറങ്ങാൻ പോണത്. മലയാളല്ലേ? അണിയറയിൽ കാത്തു സൂക്ഷിക്കുന്നത്. ഈ നബിൽ വെറും ശരീര സൗന്ദര്യാസ്വാദകനാണ് കേട്ടോ. നേരത്തെ സൽമാന്റെ മൂഡ് നോക്കാം. ഇല്ല അടുക്ക അതിന്റെ ഇത് നോക്കട്ടെ. അതിന്റെ എന്ത് നോക്കാൻ? മുടിമ ടച്ച് ചെയ്ത് പോണം. സൽമാനെ നെറ്റി കെട്ടിയേ. എന്നാ കണ്ണിന്റെ അവിടെ തടുത്ത ബോഡി കാണിച്ചോണ്ടാ. പുറംതിരിഞ്ഞ് നിക്ക്. കാല് പൊടി കേട്ടോ. കഴിഞ്ഞ കൊണ്ടോ? എവിടെ എത്തിയേ? സാറില്ല എവിടെ എത്തിയേ? യുദ്ധഭൂമിയുടെ അവശിഷ്ടങ്ങള്. സൽമാൻ എവിടെ എത്തിയേ? നോക്കട്ടെ നോക്കട്ടെ. വേദന ഉണ്ടോ? എന്റെ കണ്ണിനെ കൊള്ളം വരുന്നത് വേദന ഉണ്ടായിട്ട് സൈക്കോ കിട്ടിയോ?
വരാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിലേ നബീലിന് ആളെ കിട്ടലിട്ടിരിക്കണ്. പക്ഷെ നല്ല വേദനയാണ്. എങ്ങനെയുണ്ട്? നോട്ടെ എവിടെ ഉണ്ട്? നോട്ടെ നോട്ടെ ഇല്ലടാ ഇതിലെങ്ങനെ പോയി വെടികൊണ്ട് യുവാവിന് ദാരുണ അന്ത്യം. അസ്സലാമു അലൈക്കും. ഞാൻ എന്റെ ഫോൺ അന്റെ ഫോൺ എന്റെ ഫോണില് സിം ഇല്ല. ഫു. ജീവിക്കണത് എന്റെ ഫോണിൽ സിമ്മില്ലേ? സിമ്മില്ലാത്ത ഫോണുമാ ഇതാ 26-ാം നൂറ്റാണ്ടില് സിമ്മില്ലാത്ത ഫോണുമായി ജീവിക്കുന്നു പാത്തു. അപ്പൊ യൂട്യൂബ് വ്ളോഗൊക്കെ എങ്ങനെയുണ്ടല്ലേ? വൈഫൈലാ? പാത്തുവിന്റെ ഫോൺ കണ്ടോലുണ്ടെ കമന്റ് ചെയ്യാ. എവിടെ വെച്ചിക്കണ്? സൽമാന് കുറച്ച് ഉണ്ട കിട്ടിയപ്പോ എന്തായാലും എന്റെ നെഞ്ചത്ത് കയറും. അത്രയും കലിപ്പുണ്ട് സൽമാന്. ആ അതെന്താ നിറച്ചെടുത്തിട്ട് പോയേ ഓനൊക്കെ അല്ല. പുറത്ത് കുറെ ആൾ ഓടിയോലെ വീട്ടിലെ ചോദിച്ചോ. അല്ല ഞാനോ തുറന്നാളാണ്. ഓ പിടിച്ചപ്പോ തുറന്നാളാണ്. നബീലെ അടങ്ങിന്ന വെക്കൂല. നബീലെ അടങ്ങിന്ന വെക്കൂല കേട്ടോ. കൈയൊന്നിച്ച് വെക്കൂല. കുത്തി വീഴാത്ത ഭാഗ്യട്ടോ. സൽമാനെ ഒന്നായിട്ട് വെക്കണ്ട. ഞാൻ ഒരു വടി വെച്ച് ഇവിടെ വെച്ചോ. കുറച്ച് ബാക്ക് മൂട്ടുക്ക് മാത്രം കേട്ടോ. ഒന്നിട്ടോ. ഇപ്പത്തെ ആദ്യമായിട്ട് ഇവിടെ പലിച്ച ഫുൾ പരിക്ക്. കണ്ണ് ഡോക്ടറെ കാണിക്കണം, പല്ല് ഡോക്ടറെ കാണിക്കണം. അതിന്റെ ജെല്ലിയാവും. കെയറിങ്. അപ്പൊ എഡിറ്റേഴ്സ് ഒക്കെ കെയറിങ് BGM ഇവിടെ അവിടെ നന്മയുള്ളല്ലോ. ഊതാന തുപ്പാനല്ല കേട്ടോ. നബില കൈ ഉയർത്തി വന്നാ വെക്കൂല. അല്ലേ മേലെന്ന് ഞാൻ തീർക്കും തന്നെ. നബിലെ കൈ ഉയർത്തി വന്നാൽ തീർക്കൂല. കീഴടങ്ങ് മുട്ടുത്തണ്ട. ഇങ്ങനെ വാ, നടന്നു വാ. അങ്ങനെ നബിലെ ഇങ്ങനെ വാ. ഞാനും വരാം. വാ ഞാനും വരാം. വാ ഇങ്ങനെ വാ. ഇങ്ങോട്ട് വാ. അവിടുന്ന് ഷാറൂഖ് ഖാനോ അങ്ങനെ അവിടുന്ന് മന്നത്തിന്റെ മുകളിൽ നിന്ന് ടാറ്റ കൊടുക്കാം. ഷാറൂഖ് ഖാൻ ബർത്ത്ഡേക്ക് വരൂലേ മറ്റേ കുന്നുമെന്ന് ഇങ്ങനെ അതേപോലെ ഇങ്ങനെ നടക്ക്. എന്തിനാ ബെല്ലടിച്ചത്? I surrender in front of this water gun. This water gun is very injurious to health. ജയ് കൂടുതൽ പറയണ്ട. This water gun is വെക്കല്ലോ. അതായത് തോക്കിന് മുന്നിൽ നിൽക്കുമ്പോ യുദ്ധന്റെ ആൾക്കാരൊന്നും ചെയ്യാൻ പാടില്ല. ദിസ് വാട്ടർ ഗൺ ഒന്നും പിടിക്കൂലല്ലോ. ദിസ് വാട്ടർ ഗൺ തീർച്ചയായും ബന്ദികളായി അടക്കപ്പെട്ട ആൾക്കാരെ ഒരു ഫീച്ചേഴ്സും അനക്കില്ല. അപ്പൊ
അല്ലേ ബന്ധിയായ ആളെ ലക്ഷണമാണ് കാണില്ല. സൽമാൻ ആദ്യം കാണിച്ചേ ബാങ്കിന് കോപ്പറേറ്റ് എടാ സൗണ്ട് കാണിച്ചു ഞാൻ പറയാം ബാങ്ക് യൂട്യൂബിലുള്ള വാങ്ങണേ കോപ്പറേറ്റ് മോനോട് കാണിച്ചു ഞാൻ പറയാം. ഐ സറണ്ടർ ഐ സറണ്ടർ ഐ നിങ്ങൊന്ന് സീരിയസ് ആവട്ടെ. ഐ പിന്നെ പ്രശ്നം ബച്ചവടി ഐ ഐ ഐ കൊടുത്ത ഒരു കൊടുത്ത ഐ അതല്ല പറഞ്ഞു നോക്കുന്ന എനിക്ക് ചെറിയൊരു എടുത്ത് പറയാം ചിരിച്ചു പറഞ്ഞു സീരിയസ് ആണ് ചെറിക്കാതെ. ഐ സറണ്ടർ ഐ ഐ ഐഷ് ഒന്ന് പറയാ ഐ അജ്വദ് ഫ്രം പൊട്ടിക്കല്ല് and I am surrendering in front of this water gun. കഴിഞ്ഞു. I obey. അതേപോലെ പറഞ്ഞു I obey. ഇല്ലട്ടോ ഫൗള്. I obey. ഇനി ഓൻ നോക്കണം. I obey ഐ ഒബേ all the traffic rules. ഓൾ ദി Traffic rules. ഇതിനെന്തിനാ ട്രാഫിക് റൂൾസ്? അല്ലേ വാട്ടർ ഗണ്ണിന്റെ മുന്നിൽ ഇതിനാ സറണ്ടർ ആവണേ പൊട്ടൻ. ഇന്നത്തെ മതി. എന്തൊരു വേദന അറിയോ വെച്ച പോയിട്ട് നായ്ക്കളെ ഇവനെ ഒരു വെടി വെച്ച് ഇവണ്ടല്ലേ 8 വെടി വെച്ചിന്റെ മൂട്ടിക്ക് സൽമാന്. അല്ല എന്താ അറിയോ കീ അടങ്ങണാണ് ബുദ്ധി അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കൊള്ളും. എടാ അജുവേ ആ മതി മതി സ്വല്പം കിട്ടി. സംഭവം പ്ലാനിങ് ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷെ ടൈമിങ് മാറിപ്പോയി. മതി ഈച്ചു എല്ലാവരും വെറുതെ. അപ്പൊ എല്ലാരും വരും എന്നാ വേഗം ബ്ലോഗ് അതിന്റെ ഇത് അതും നിൽക്കും. വരി എന്റർടൈൻമെന്റ് പാക്കേജാ നമ്മളെല്ലാം ഇപ്പത്തേക്ക് എങ്ങനെ ആവശ്യമുള്ളതാട്ടോ അതൊക്കെ. അസ്ഥാനത്ത് വേണ്ടിയൊക്കെ തുടങ്ങിയോ ബാ സംസാരിക്കും. വരി ബാത്തു ബാ. ഇനി വെക്കല്ലേ സൽമാന മതി. ഈച്ചോ ബാ. അപ്പൊ സുഹൃത്തുക്കളെ എല്ലാ +2 സുഹൃത്തുക്കളും അല്ലെങ്കിൽ 10ാം ക്ലാസ് സുഹൃത്തുക്കളും എക്സാമിന്റെ ടെൻഷനുകളിലാണ്, എക്സാം ടൈമുകളിലാണെന്ന് അറിയാം. നമ്മളെല്ലാവരും +2 എക്സാമും 10 എക്സാമും ഒക്കെ എഴുതി പോകുന്നവരാണ്. ഇപ്പൊ ഈ പാത്തൊക്കെ +2 തോറ്റതാണ്. അല്ല മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇപ്പത്തെ ഇതേപോലെ 10ാം ക്ലാസ് തോറ്റ് സൽമാൻ ഡിഗ്രി പോലും ഫുള്ളാക്കിയില്ല. 18 സപ്ലി. ഇക്കു B.Ed കേരളത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടിട്ട് തമിഴ്നാട്ടിൽ പോയി പഠിച്ചു. അപ്പം എനിക്ക് പറയുള്ളത് നമ്മളൊക്കെ എനിക്ക് എല്ലാവരോടും പറയുള്ളത് ഇപ്പം നമ്മളാരും വലിയ ടോപ്പ് ക്ലാസ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ കേട്ടോ. ഇജ് ടോപ്പ് സ്റ്റുഡന്റ് എനിക്ക് എത്ര മാർക്ക് +2? എനിക്ക് ഓർമ്മൊന്നുമില്ല. +2 ഒക്കെ എല്ലാ മനുഷ്യന്മാരും 5 സബ്ജക്റ്റിലുള്ളൂ. 4+ എന്നിട്ട് നമ്മളൊന്ന് ടോപ്പ് സ്റ്റുഡൻസ് അല്ലേ അവിടെ അങ്ങനെ 10ാം ക്ലാസ്സിൽ 4+ഓ? അപ്പൊ മറ്റേ മോശം അറബി IT മലയാളം എന്താ മലയാളം സെക്കൻഡ്. അപ്പം എക്സാം ടെൻഷനുകളിൽ സഞ്ചരിച്ചിരിക്കുന്ന കുട്ടികളോട് 2 സമാശ്വാസത്തിന്റെ വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പൊന്നാനി LP സ്കൂളിയുടെ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയ പാത്തുവിനെ ക്ഷണിക്കുന്നു. എല്ലാരും അല്ലല്ല ഓക്കെ. ഞാന് +2 പഠിക്കുമ്പോ എന്റെ ടീച്ചർ എന്നോട് പറഞ്ഞൊരു മോട്ടിവേഷൻ കേട്ടോ. ഒന്നുമില്ല അല്ലല്ല ഇല്ലായ്മയിൽ നിന്നൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു പറയാൻ വിടും ഇത്
വായിച്ചാൽ വളയുന്നു. വായിച്ചാലും വളയും, വായിച്ചില്ലെങ്കിലും വളയും. വായിച്ച് വളയുന്നവൻ വളഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സ്വയം വളയാതെ നോക്കുക. അല്ല അതന്നെ ഇല്ലായ്മയിൽ നിന്നൊന്നും ഉണ്ടാവില്ല. അപ്പൊ പഠിക്കാണ്ടൊക്കെ ഉണ്ടാവും, പഠിക്കുക. അപ്പൊ 10ാം ക്ലാസ്സിൽ പാത്തുവിന്റെ ടീച്ചർ പാത്തുവിനോട് പറഞ്ഞതാണ് ഇല്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല. എന്തിനാ പറഞ്ഞാണ് ടീച്ചറിനോട്? ലൈവിൽ നിന്നൊന്നും ഉണ്ടാവണില്ല. അതാണല്ലേ 10ാം ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞത്. ഇല്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് കുട്ടിയൊക്കെ എന്താ കാര്യം? ഉദ്ദേശം എന്താ അറിയോ, നമ്മള് +1 പഠിക്കുന്ന സമയത്ത് ഇംപ്രൂവ്മെന്റ് എക്സാം വരുന്ന സമയത്ത് നമ്മള് അല്ല ഈല മാർക്ക് കൊണ്ടൊന്നും നമ്മൾ എവിടെ എത്തൂല. അങ്ങനെയല്ല ഐ മീൻ ഇതൊരു ഭയങ്കര സംഭവമൊന്നുമല്ല. അവരെ ഫ്രീ ആക്കി വിടണ്ട. അങ്ങനെ ഇത് ഫുൾ A+ കിട്ടിയോണ്ടൊന്നും അങ്ങനെയല്ല. നമ്മള് പഠിക്കുന്ന അത്ര പഠിച്ചാൽ മതി, എഴുതാൻ പറ്റുന്നൊക്കെ എഴുതാൻ മതി. ഇതൊന്നും എവിടെയും ചോദിക്കാനൊന്നും ഉള്ളത് മതി. അജുവദിന് ഉണ്ടായിരുന്നു മോട്ടിവേഷൻ പറയണമെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ വേണം. ആ ഒരു ക്വാളിഫിക്കേഷൻ എനിക്ക് അത്യാവശ്യമല്ല, അതിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊന്നും പറയണ്ടല്ല. കൊമേഴ്സിലാ കമ്പ്യൂട്ടർ സയൻസിലാ എന്തുകൊണ്ട് കുട്ടികളൊക്കെ ക്ലാസ് തന്നെയാണ്? എന്തുകൊണ്ട് എല്ലാ മക്കളും ക്ലാസ്സിൽ വരണമെന്ന് പറയുന്നുണ്ട്. മഞ്ജു, ചിഞ്ചു, രഞ്ജു സ്കൂളിൽ ചെന്നിട്ടില്ലെങ്കിൽ കോപിക്കും അവർ. അപ്പൊ എല്ലാ പീരീഡും ക്ലാസ്സിൽ വേണ്ടത് എന്റെ കൂടി നിർബന്ധമാണെന്ന് പറഞ്ഞു. വേർത്ത് കുളിച്ചു. സൽമാൻ എന്താ മോട്ടിവേഷൻ കൊടുക്കാനുള്ളത്? പഠിക്കുക, കോപ്പി അടിക്കുക, പാസ്സാവുക. ഒരു പാടം 2 പാടൊന്നും അല്ല. കെമിസ്ട്രിയിൽ 14 പാടം 14 പാടം വിറ്റാണ്. ഇല്ലായ്മയിൽ നിന്നും ഒന്നും ഉണ്ടാവില്ല. ഡു സംതിങ്, അതാണ് ഉദ്ദേശിച്ചത്. അതിന്റെ ഒപ്പം പറയണ്ടേ? ഇല്ലായ്മയിൽ നിന്നും ഒന്നും ഉണ്ടാവുന്നില്ല. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഞാൻ കരുതി ഇല്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല. ശരിയാണല്ലോ. അതിനിപ്പോ ടീച്ചർ എന്നോട് പറഞ്ഞു. എന്നിട്ടേ ഡു സംതിങ് ടീച്ചർ പറഞ്ഞ മെല്ലെ ചാറ്റ് GPT പ്ലീസ് കണ്ടിന്യൂ ദിസ് വെർബ്. ഇല്ലായ്മയിൽ നിന്നൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ ചാറ്റ് GPT ഇങ്ങളെന്നെ സ്വന്തം ചെയ്തോളി പറഞ്ഞ ഡു സംതിങ്. അതിനെ കൂട്ടിയുള്ളതാ. പറയാൻ ലേറ്റ് ആയി പോയതാ. ഗ്യാപ്പ് കിട്ടണ്ടേ? കോപ്പി അടിക്കാൻ ജയിക്കാം. എന്താ മോട്ടിവേഷൻ? പരീക്ഷ സൽമാൻ മോട്ടിവേഷൻ ആരും കേൾക്കുന്നിട്ടാ. അപ്പൊ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല് തമിഴ്നാട്ടിലൊക്കെ പോയി എക്സാം മോട്ടിവേഷൻ തരട്ടെ. ഓൻ പഠിച്ചു. ഓൻ ഇത് കൊണ്ട് ഓൻ ഇത് കൊണ്ട് തന്നെ മോട്ടിവേഷൻ പറയാം. ഇതിപ്പം അതായത് 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ വരെ പഠിപ്പിക്കാൻ കെൽപ്പുള്ള അഫിന്റെ ഫോണോ? എന്റെ ഫോൺ എവിടെയാ? ഞാൻ അടുത്ത് അല്ല, എന്റെ ഫോൺ എന്റെ ചെവിന്റെ അടുത്ത് മാറ്റി അപ്പുറത്ത് വെച്ചില്ലേ?
10ാം ക്ലാസ് നബീൽ കാണുന്നവല്ല 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ SLC പരീക്ഷയ്ക്ക് ഒരുക്കാൻ വരെ ഇന്നോളം നബീലിന്റെ അത്ര ക്യാമനായ ഒരു ഹൈസ്കൂൾ അധ്യാപകൻ മലയാള ചരിത്രത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ ഈ സോമർ സാറൊക്കെ ഉണ്ട് മിനർവീത്തെ, അതേ ക്വാളിറ്റി ഉള്ള സാറാണ്. പാവ സോമർ സാർ മരണപ്പെട്ടടാ, അറിഞ്ഞോ? സോമർ സാർ ഇനി മരിച്ചിട്ടില്ലേ? സോമർ സാർ മരണപ്പെട്ടില്ലേ? അറിയോ? മിനർവീത്തെ എന്നെ പഠിപ്പിച്ച സാറേ, ഞാൻ അങ്ങനെ കേട്ടെ. ഈ പ്രശ്നമാവും ഇല്ലെങ്കിൽ ഇല്ല ഇല്ല ഉണ്ടാവും. ഞാൻ എന്താ പറയാ, വിജയ് പഠിച്ചാൻ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ പറയാം. ഇവിടെ LDF UDF ഒക്കെ ഇതിന് മത്സരിക്കല്ലേ, മറ്റേ ഇലക്ഷന്, തദ്ദേശ സ്വയംഭരണ. അപ്പൊ അതിനെ കുറിച്ച് 4 വാക്ക് പറയാം. അതാണല്ലോ ഇവിടെ എല്ലാവർക്കും വേണ്ടി. പഠിച്ചാൻ കഴിയുന്നവരൊക്കെ പഠിച്ച എന്തോ ഒലക്കമല മോട്ടിവേഷൻ. അല്ലാത്തവർക്ക് ഓൽക്ക് കഴിയുന്ന പരിപാടി ചെയ്ത് പോവാ. എന്ത് തേർഡ് ക്വാളിറ്റി മോട്ടിവേഷൻ കൊടുത്തത്? എന്തിനും ഫസ്റ്റ് ക്വാളിറ്റി കോപ്പി, ഒരു തേർഡ് ക്വാളിറ്റി ഉണ്ടാവും. അതിന് കോപ്പിന്റെ അടിയിലുള്ള മോട്ടിവേഷൻ ആണ് ഇപ്പൊ കൊടുത്തത്. ലോ ലെവൽ മോട്ടിവേഷൻ. കഴിവില്ലാത്തവര് മെനക്കെട്ട് പഠിച്ചരുത്, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ പുറത്തൊക്കെ അതന്നെയാണ് ചക്കറിനൊച്ചോട്ട് പഠിക്കാൻ കഴിയുന്നവർ പഠിക്കാൻ കഴിയാത്തവർ ഉണ്ടാവുന്നില്ല. ലോകാവസാനിച്ചു വ്യാമോഹം. ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞ ടീച്ചർമാര് പറയും പാട്ട് പാടുന്നവർക്ക് പാട്ട് പാടാനുള്ള കഴിവ്, അതൊരു കഴിവാണ്. ചിത്രം വരക്കാനുള്ള ഒരു കഴിവാണ്. ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്, ഇതൊക്കെ കഴിവാ. പക്ഷെ പഠിച്ചിന് മാത്രം എല്ലാവർക്കും കഴിയുന്ന സംഭവമാണ്. അതാണ് ടീച്ചർമാർ പറയുന്നത്. അതും അതേപോലെ തന്നെ ചിലവർക്ക് പഠിച്ചാൽ കഴിയും, ചിലവർക്ക് പഠിച്ചാൽ കഴിയും. പക്ഷെ അതാരും സമ്മതിച്ചില്ല. അതാരും സമ്മതിച്ചില്ല. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്താ വെച്ചാൽ എല്ലാവർക്കും പഠിച്ചാൻ കഴിഞ്ഞോളാം. വ്യക്തമായിട്ട് പറയാം, ഇല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഏറ്റവും മികച്ച മോട്ടിവേഷൻ 10ാം ക്ലാസ്സുകാർക്കും പ്ലസ് ടുകാർക്കും നൽകി മാതൃക. അങ്ങനല്ല, ഹൈസ്കൂൾ എല്ലാവർക്കും പഠിച്ചാൻ കഴിഞ്ഞോളന്നില്ല. പഠിച്ചോട്ടെ. അല്ലാത്തവരെ എന്തിനാ വെറുതെ ഇടങ്ങാറാക്കി പഠിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെ നാട്ടിലെന്ന് വെച്ചാൽ ഒരു മിനിമം അത് പാസ്സാവണം. ഓക്കെ, പഠിച്ച കഴിവില്ലാത്തവന് ഫുൾ എ പ്ലസ് കിട്ടണം. ഒരു അത്യാവശ്യം അതായത് ഒരു സിവിക് സെൻസ് കാര്യങ്ങളൊക്കെ വരാനുള്ള ലെവലില് ഒരു ബോധമാണ് ആൾക്കാരുടെ നാട്ടിൽ. ഫുൾ എക്സാം ഓറിയന്റഡ്, ഫുൾ പരിപാടി. അതാണ് ഇതിന്റെ പ്രശ്നം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ പിന്നെയുണ്ട്. നമ്മുടെ നാട് മാറണം, പരീക്ഷകൾ ഒഴിവാക്കണം. കേരളത്തിൽ പിന്നെയുണ്ട്. അതായത് വേറെ കൺട്രിയിലൊക്കെ അങ്ങനെയാണ്. അതായത് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കൊടുക്കുക. ഇപ്പൊ ഞാനന്ന് ഇന്തോനേഷ്യ പോയില്ലേ, ഇന്തോനേഷ്യ പോയില്ലേ, അവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവം തരുമോ? ഞങ്ങൾ ചെന്നൈയിൽ ഒരു ദിവസം എല്ലാ സ്കൂളിലത്തെ കുട്ടികളും ഒരു ദിവസം മസാജ് സെന്റർ ഓപ്പൺ ആണ്, അല്ല ഒരു ദിവസം മസാജ് സെന്റർ തുറന്നിട്ടില്ല. അതല്ല പറയണേക്ക്, ഒരു ദിവസം എല്ലാ കുട്ടികളും ആ ടൗണ് മൊത്തം എന്ത് ചെയ്യാ, ക്ലീൻ ചെയ്യാ. എന്തൊരു വൃത്തിയറിയോ ബാലിയില്, എന്തൊരു വൃത്തിയറിയോ അടുത്തത് കാണാൻ. അതായത് ചെറുപ്പം മുതലേ ഓരത് എന്ത് ചെയ്യാണ്, ട്രെയിൻ ചെയ്യുകയാണ്. അപ്പൊ വേസ്റ്റ് ഒന്നും നിലത്തിടുന്ന ശീലമൊക്കെ അങ്ങനെ എന്താ പറയാ, നമ്മള് ജീവിക്കുന്ന സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല കാര്യം. അരീക്കോട് മറ്റേ വളവ് തിന്നിട്ടില്ലേ, ആ മേലക്കൊലാമ റോട്ട് ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ട് റോട്ട് കണ്ടിട്ടു. ഞാനൊരു സാലും സമ്മതിക്കലില്ല. ഉണ്ടോ ഇന്നെ ഫിറ്റ് ആക്കിയെന്ന് വണ്ടീന്ന് ഞാൻ തേങ്ങയുണ്ട് കെൻസ ഓടെ. അപ്പം ഞാനോട് ചൂടാലാരാ ഉണ്ടാവില്ലേ, ഇവര് പഞ്ചായത്ത് വേസ്റ്റ് കൊണ്ട് ഇടിപ്പിച്ചല്ല. ഞാൻ പഞ്ചായത്ത് വേസ്റ്റിലെ വേസ്റ്റ് പറഞ്ഞത്. ഇബലെ വേസ്റ്റ് സമ്പ്രദായം എന്താ അറിയോ? ഇന്റെ വേസ്റ്റ് സമ്പ്രദായം, ഞാൻ ഇതിൽ പഞ്ചായത്ത് വേസ്റ്റ് കണ്ടാൽ അല്ലെങ്കിൽ അതിൽ സൈഡാക്കിയാണ്ട് ആയിക്കിടും. ഇബലെ സമ്പ്രദായം എന്ന് പറഞ്ഞാല് പൗതി കുടിച്ച ജ്യൂസ് റോട്ടുമേലിടണ്ട വെച്ചിട്ടാണ് വണ്ടി വെക്കണത്. പറയല്ലേ
പൗതി തിന്ന നൂഡിൽസ് ഒക്കെ ഇന്ത്യ ഇന്നോവയിൽ വെക്കുക. എന്നിട്ട് ഇന്ത്യ ഇന്നോവ ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ 18 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇവലെ പൊയ്ത്ത് മണത്ത നൂഡിൽസും ഇതാണ് ഇവരെ. ഇത് കമ്പോസ്റ്റ് അല്ല എന്റെ വണ്ടി, അല്ല എന്റെ വണ്ടി ബയോഗ്യാസ് അല്ല. അതായത് നിങ്ങൾ ഇട്ട വേസ്റ്റ് ഗ്യാസ് ആക്കി എന്റെ വണ്ടിയിൽ CNG ഓടൂല എന്റെ വണ്ടി. എന്നിട്ട് ഇവല് ഇട്ട ജ്യൂസ് ചുയിങ്കം പൗതി ജൈവവളം പൗതി തിന്ന് വെച്ച ഷവർമ്മൊക്കെ അതിലേറെ വെച്ച റോട്ടിലിട്ട് തന്നെയാണ് എനിക്ക് പറയല്ലേ. പിന്നെ ഇതില് വേറെ സംഭവം ഉണ്ട്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ നമ്മളെ ജീവിക്കുന്ന സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതിങ്ങനെ പഠിപ്പിക്കണം കുട്ടികളെ കുറെയൊക്കെ. ഈ വെറും എക്സാം വരെ ഒന്നും വേണ്ട. ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മള് ബാങ്കിൽ പോയാല് അല്ലെ, ബാങ്ക് എല്ലാവർക്കും വേറെ പറയുന്ന സാധനമാണ്. അവിടുത്തെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയില്ല. അതൊക്കെ നമുക്ക് എന്നും അല്ലെ നമ്മള് ജീവിക്കുന്ന സാഹചര്യം നമുക്ക് ആവശ്യമില്ല. പഠിപ്പിക്കണുണ്ടോ? വെരി ഗുഡ്. അതെ, ഒരു പടണ്ട് പരാശക്തി. പക്ഷെ വേറൊന്നുണ്ട്, നമ്മളെ ഓൾ കേരള ബാങ്ക് ഫില്ലിംഗ് അപ്പൊ അങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ വരട്ടെ. എനിക്ക് ബാങ്കിന്റെ ഫോം ഫില്ല് ചെയ്യാൻ അറിയോ? അതൊരു ഉദാഹരണം. പ്രീമെട്രിക് മെട്രിക്കുലേഷൻ പാസ് ആയിട്ട് റേഷൻ കടയിൽ നിന്ന് റേഷൻ വാങ്ങാൻ അറിയോ? പ്രീമെട്രിക് മെട്രിക്കുലേഷൻ വേറെ എക്സാം അല്ലത്, ആ ഒരു ഡിഗ്രിയാണ്. മെട്രിക്കുലേഷൻ പാസ് ആയിട്ട് ഓതന്റിക്കേഷൻ വിജയിച്ചിരിക്കുന്നു. വല്ലപ്പോഴൊക്കെ റേഷൻ കടയിൽ പോയി ഞാൻ ഒരു വട്ടം പോയി. അന്ന് കൈ വെച്ചപ്പോഴേ നിങ്ങൾ ഈ ഫാമിലി ഇല്ലാതായിരുന്നു. അതിൽ അങ്ങോട്ട് പോകുന്നു മാനം കിടത്തി അത്രയാളെ മുന്നിൽ ബ്ലോഗ് എടുത്തൊക്കെ പോയത്. ഞാൻ ബ്ലോഗ് ഇടേണ്ടി വന്നിട്ടില്ല. എന്തൊരു മോശം വിളിച്ചു പറയും. ഓരോ സാധനം കൊണ്ട് ഓട്ടോറിക്ഷയിലാണ് പോയത്. ആ ഓട്ടോറിക്ഷ ഞാൻ റിട്ടേൺ വരുന്നത്. ഇപ്പൊ ഓട്ടോറിക്ഷയിലും സാധനം കൊണ്ടാ പോയിട്ട് കാര്യമില്ല, ബൈക്കുമ്പോ കൊണ്ടുവരുന്ന സാധനം കിട്ടുള്ളൂ. അത് വെള്ളക്കാടാണെങ്കിൽ ഒന്നും കിട്ടൂല. അത് കിട്ടൂല, ഇവിടെ ഒന്നും കിട്ടില്ല. കാരണം ഇപ്പച്ചക്ക് ഉമ്മച്ചക്ക് ജോലിയുണ്ട്, നമുക്കൊന്നും കിട്ടില്ല. ഞാൻ വേറെ ആരോ കൊണ്ടുവരാൻ പോയതാ. വെറുതെ ഞാൻ ആ ഫാമിലിയിൽ ഇല്ലാന്ന് പറഞ്ഞല്ലേ. ഞാൻ വേറെ ആരും കൊണ്ടുവരാൻ ആ ഫാമിലിയിൽ ഉണ്ടാവില്ലല്ലോ. അത് പറ്റൂല, അങ്ങനെ പറ്റൂല. ഇപ്പൊ ഓപ്ഷൻ ഇല്ല. വേറെ പേരത്തെ കാർഡ് കാർഡ് പറ്റൂല. വേറെ പണ്ട് മണ്ണെണ്ണ വാങ്ങേണ്ടി, അങ്ങനെ 4-5 കാർഡ് കൊണ്ട് ആ മണ്ണെണ്ണ മൊത്തം നമ്മൾ കൊണ്ടുവരും. അല്ല ഞാൻ പറട്ടെ, 2 വീട്ടുകാരിങ്ങനെ പോയിട്ട് ഒരു വീട്ടുകാരെ കൊടുത്താൽ പോരെ മതി. പക്ഷെ അങ്ങനെ ആ പെരക്കാർക്ക് ഒഴിവില്ലാത്തോണ്ടാണ് ഓല കാർഡ് നമ്മളൊന്ന് വിടുന്നത്. പണ്ട് ആ പെരക്കാർക്ക് പോകാൻ വഴിയാണ് കോലിക്കാൻ എടുത്തു. ഇപ്പൊ നടക്കൂല. ഇപ്പൊ ഞമ്മക്ക് തരാൻ വേണ്ടിട്ട് ഓല് മെനക്കെട്ട് അവിടെ വരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഏതായാലും പരീക്ഷ കുട്ടികളെ ഉഷാറായി ചെയ്തോ. അപ്പൊ നമുക്ക് ഇതിന്റെ ആകത്തുക പറയാനുള്ളത് എല്ലാവരും ഉഷാറായിട്ട് എക്സാം കഴിയണ മാക്സിമം. എനിക്ക് കൂടുതൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആവണ്ട മക്കളെ. എനിക്ക് അഫിന്റെ അവസ്ഥ എടങ്ങാറാവണം. ആകെ മനസ്സിലാക്കണം. ഇവിടെ വരുന്ന എല്ലാവരും എന്നോട് ചോദിക്കും അഫിക്കൻ തെറ്റി. സൽമാനെ മുട്ടമണിക്കൊരു അടി കിട്ടിയ അടി കൊണ്ട് മുട്ട പൊട്ടി. എവിടക്കാച്ചി വെക്കണത്? ഓനത് ആവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പൊ എനിക്ക് കാലാവശ്യല്ലേ? എടാ മുട്ടുംകാലനാണ്. മുട്ടുകാലിന് ഒരു ഓള് സൂട്ടൊക്കെ നോക്കണോക്ക് പാത്തു. ഇവക്കത്തിൽ എന്തോ രസം ഇന്നങ്ങോട്ടാണെങ്കിലും പോയത് അവിടുക്കാണ്. കണ്ണ് തട്ടിയ കണ്ണ് പോയി. അങ്ങനെ 4 ഇല്ല. അതിന്റെ ഊരിച്ചാ കണ്ണ് തട്ടിയ കണ്ണ് പോവും. അല്ല മുന്നത്തെ സാധനം ആ ബ്ലാക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, എന്തായാലും സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് അഫിന്റെ എക്സാമിനും കൂടി പോകേണ്ടതായിട്ടുണ്ട്. വെടി വെക്കാനുള്ളൂ സാർ കേട്ടോ, കൊള്ളാൻ അത്ര ധൈര്യമില്ല. ജീവൻ വിടൂല, ഒക്കെ കൊള്ളും. ഈച്ചുവിനെ വെച്ചിക്കണതേ. അയ്യോ
ഇതെല്ലാ ബോക്സിലും കാണുന്നില്ല. ഞാൻ ആകെ ചെയ്തത് എന്തിനാണ് മോട്ടിവേഷൻ കൊടുത്തത്? ഇത് വട്ടം വെച്ചിരിക്കും ഓർമ്മിറ്റില്. നബീൽ ഇതൊക്കെ കൂട്ടുകാരിക്കുമ്പോ അങ്ങനെ വെച്ചെടുക്കണല്ലേ. ഞാൻ എന്തെങ്കിലും ഞാൻ എന്താ സ്കൂൾ കാലഘട്ടത്തിൽ ഗ്രൗണ്ടിലൊക്കെ കളിച്ചിറങ്ങുമ്പോൾ നഖത്തിൻ്റെ കൂടെയൊക്കെ ചളിയാവും, അതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാ. ഞാൻ അതിന്റെ ടൂളായിരുന്നു. പെൻസിൽ വെച്ചിട്ട് വട്ടം വരക്കാന്. ഇതിപ്പോ നല്ല എന്തിനുള്ള പൊട്രാക്ടർ അല്ലേ? ഇതല്ല പൊട്രാക്ടർ മണ്ട. ഇതാണ് പൊട്രാക്ടർ. പൊട്രാക്ടർ ഇതല്ല, പൊട്രാക്ടർ ഈ സാധനമാണ്. അത് കോമ്പസ് ആണ് മണ്ട. കോമ്പസ് ഇത് ഡിവൈഡറോ? പക്ഷെ ഇത് പൊട്രാക്ടർ അല്ല. ഡിവൈഡർ റോട്ടില്. പൊട്രാക്ടർ ഇങ്ങനെയുള്ള ഒരു സാധനമാണ്. ഇത് പൊട്രാക്ടറാണ്. ഇത് കോമ്പസ് ഇതല്ല. കോമ്പസ് പെൻസിൽ വട്ടം വരക്കണം. അന്റെ ഇല്ലായ്മയിൽ നിന്നും ഇല്ലായ്മയിലേക്ക്, ഇല്ലായ്മയിൽ നിന്നും ഇല്ലായ്മയിലേക്കാണ് പോയത് കേട്ടോ. ഇത് കോമ്പസ് ആണല്ലോ. അന്നെക്കാട്ടിലും ബുദ്ധി എന്തായാലും എനിക്കുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം കൊണ്ട് ഇത് എന്തിനുള്ള ഡിവൈഡർ എന്തിനുള്ള? ആ ഓക്കെ, ഇത് എന്തിനുള്ള? പാത്തുവിനോട് മറ്റേ മോട്ടിവേഷൻ ടീച്ചർ പബ്ലിക് ആയിട്ടല്ല പറഞ്ഞത്, പേഴ്സണൽ ആയിട്ടാണ് കൊടുത്തത്. ഇല്ലായ്മയിൽ നിന്നും ഇല്ലായ്മയിലേക്കാണ് ഓളായി പോകുന്നത്. ഡു സംതിങ്. പാത്തുവിനെ മോട്ടിവേഷൻ കൊടുത്തത് ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത്. ഇത് പറഞ്ഞേ പാത്തു പറഞ്ഞത് കോമ്പസ് ആണ് പറഞ്ഞത്. ആ അപ്പൊ ഇന്നെക്കാട്ടിലും അത് പഠിച്ചിക്കണം. അപ്പൊ ടീച്ചർ കൊടുത്ത മോട്ടിവേഷനേ ഓള് സന്തോഷ് ജോർജ് കുളങ്ങന്റെ സ്റ്റൈലിൽ പറഞ്ഞതാ. അതിന് ടീച്ചർ എങ്ങനെയാ പറയാറ്? ഇല്ലായ്മയിൽ നിന്നും ഇല്ലായ്മയിലേക്കാണ് മോളെ നമ്മൾ പോകുന്നത്. ഡു സംതിങ്. ഡു സംതിങ്. ടീച്ചർ പറഞ്ഞപ്പോ കരഞ്ഞു പോയി, ശിക്ഷ പറഞ്ഞപ്പോ ചിരിക്കായത്. തുടക്കത്തിൽ കേട്ടപ്പോ പ്രൗഡ് മൊമെന്റ് ടീച്ചർ ടീച്ചറെ പേര് പറയാൻ നന്നായി. പ്രൗഡ് മൊമെന്റ് ആയി പോയിന് ടീച്ചറിന്. എന്ത് കോമ്പസാ? ഫുൾ കോൺഫിഡൻസിൽ കോമ്പസ് മോട്ടിവേഷൻ ആയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ ഈ സാധനം എവിടെയല്ലേ വെടിയേറ്റ് പോയാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ പെൽസ് വ്ളോഗിന് നമ്മളോട് സഹകരിച്ച സഹകരണ സ്ഥാപനങ്ങൾ ശ്രീമതി ഹർഷ പാത്തു പൊന്നാലിയിൽ നിന്നും ഒരൊറ്റ ദിവസത്തിന് വന്നിട്ട് ഒരു 15 ദിവസത്തെ എഫക്റ്റ് ഒറ്റ ദിവസത്തിൽ ഉണ്ടാക്കിയിട്ട് നമ്മളോട് ഒരു വർഷത്തേക്കുള്ള ഗ്രാഫ് അടിക്കും. പാത്തു ഡു സംതിങ്. ഇല്ലായ്മയിൽ നിന്നും ഇല്ലായ്മയിലാക്കാണ് നമ്മളെ പോക്ക്. ഡു സംതിങ്. റോട്ട് വന്ന് കാണാനൊക്കെ ഇല്ലായ്മയിൽ നിന്ന് ഇല്ലായ്മയിലേക്കാണ് നമ്മളെ പോകുന്നത്. ഡു സംതിങ്. കാണാനൊക്കെ അത് പറഞ്ഞ് സഹായിക്കണമെന്ന് അറിയിക്കുന്നു. ഉണക്കമീനും താളിപ്പിനും ശേഷം അടുത്തതായി എന്ത്? ഉണക്കമീനും താളിപ്പിനും ശേഷം ഇപ്രാവശ്യത്തെ നോമ്പ് വ്ളോഗ് കളിക്കുക പുത്തൻ താരോദയം. ഇല്ലായ്മയിൽ നിന്നും ഇല്ലായ്മയിലേക്ക്. ഡു സംതിങ്. കമന്റ് ബോക്സിലൊക്കെ പാത്തുന്റെ അടിയില് ഡു സംതിങ്. പാത്തു ഡു സംതിങ്. അടുത്തൊന്ന് വീഡിയോ കേട്ടോ. കമന്റ് ബോക്സ് മൊത്തം നല്ല റീച്ച് ഉണ്ടാവും പാത്തോ, ഇട്ടോ. അപ്പം പാത്തു അവർകൾ അതുപോലെ തന്നെ ഇപ്പത്തെ അവർകൾ ഡു സംതിങ്. പാത്തോ ബൈ. കണക്ക് ഇല്ലായ്മയിൽ നിന്നും ഇല്ലായ്മയിലേക്ക് യാത്ര. പാത്തോ ഇജിപ്പോ ക്യാമ്പ് വെച്ച ക്ലിക്കോ ഇല്ലായ്മയിൽ നിന്നും ഇല്ലായ്മയിലേക്കൊരു യാത്ര. വയനാട് 900 കണ്ടി. ഇതാണ് നമ്മളെ മെച്ചം. എന്ത് ചളിഞ്ഞ കോമഡിക്കും പറന്ന് ചിരിക്കും. ഭയങ്കര സപ്പോർട്ട്. അത് അന്നെ കളിയാക്കിയാലും ഭയങ്കര സപ്പോർട്ടാണ്. അതാണ് എനിക്ക് എന്നോട് ഇഷ്ടം. ഭയങ്കര സപ്പോർട്ടാണ്. എന്തൊരു സപ്പോർട്ടോ. ഓളെ തന്നെ മാറ്റി പറഞ്ഞു. അപ്പൊ ഓളും ഇവിടെ പിന്നെ വേഗം മാറും. നബീൽ എങ്ങനെയാ? നബീൽ ഇങ്ങോട്ട് സ്കോർ ചെയ്യുമ്പോ നല്ല ചിരിയാവും. ഒറ്റ സ്കോർ അങ്ങോട്ടാണ് കൊടുത്താണ്ടല്ലോ.
അല്ല സത്യാണ്. അല്ല എല്ലാരും ഈ വ്ളോഗ് 5 സെക്കൻഡ് ബാക്ക് കിട്ടോളി. ബാസിലെ കുറ്റം പറഞ്ഞപ്പോ അവന്റെ മൂന്തന്മുള്ള റിയാക്ഷൻ കണ്ടോളി. അപ്പൊ അതായത് ഒരാളെ കുറ്റപ്പെടുത്തുമ്പോ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം എത്ര അറിയാ. എന്നിട്ട് നബീലിന് എന്തെങ്കിലും പോകുമ്പോഴേ ആയിക്കോട്ടെ പറഞ്ഞാലേ എന്നെ വിളിച്ച് തൊട്ടപ്പെടുത്തി അത് പറയുമ്പോഴും മൂന്ന് സങ്കടത്തിലാ. സുഹൃത്തുക്കളെ ഏറ്റവും സങ്കടമുള്ള കാഴ്ച ഇത് മാത്രമാണ്. ഇതിനൊന്ന് കര കയറിക്കണമെങ്കിൽ മാസം കര കയറും ലാസ്റ്റ്. അപ്പോൾ എല്ലാവരും അഫിക്ക് ഓൾ ദ ബെസ്റ്റ് അറിയിക്കട്ടെ. കമന്റ് ബോക്സിൽ ഓൾ ദ ബെസ്റ്റ് അഫി ഓൾ ദ ബെസ്റ്റ് അഫി എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആകെ പിടുത്തം പൊട്ടിക്കണം. വല്ലാത്തൊരു വലിയ കയറി പരീക്ഷ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്. കടുന്നലല്ലത്, തേനീച്ചയാണിത്. ഇത് കടുന്നലാണല്ലോ. അത് സൂം ചെയ്താ പാത്ത് പറഞ്ഞാട്ടെ. ഇല്ലായ്മയിൽ നിന്നും ഇല്ലായ്മയിലേക്ക്. ഇത് കടുന്നലാണ് പോലും തേനീച്ചനെ കണ്ടിട്ട്. ഇല്ലായ്മയിൽ നിന്നും ഇല്ലായ്മയിലേക്ക്. ടീച്ചറുടെ മോട്ടിവേഷൻ അന്വർത്ഥമാക്കുന്ന പെർഫോമൻസ് അല്ലേ കാഴ്ച വെച്ചോണ്ടിരിക്കുന്നത്. തേനീച്ചനെ നോക്കിട്ടേ കടുന്നലേ പോന്നു. ശരിക്കുല്ലേ റിനാൻ പാത്തുവിനെ കെട്ടിയാലുണ്ടല്ലോ സീനെ കരം. അല്ലെങ്കിൽ പാത്തു റിനെ കെട്ടിയാലും സീനാവും. അടുത്ത വീഡിയോസ് ഒക്കെ എങ്ങനെ യോജിക്കാത്ത റിനാന് ബോണ്ടിന്റെ മീനിങ് ഒന്നും അറിയില്ല. ഞാൻ അത്രക്കാരനല്ല അറിയും. ഞാൻ കണ്ടും ചെയ്തിട്ടോ പാത്തോന്ന്. റിനാനെ മിഞ്ഞാൻ സ്വന്തം കമന്റ് ബോക്സ് വായിക്കാം. ഇവൻ മണ്ടനാണോ മണ്ടനായി അഭിനയിക്കുകയാണോ? അല്ല എന്താ അത്? അല്ല എന്റെ കമന്റ്സ് വായിക്കാണ്. മിഞ്ഞാതെ ഞാൻ പറയാമെന്ന് മറന്നു. റിനാന് മിഞ്ഞാന്ന് സോഫയിൽ ഇരുന്ന് ഇങ്ങനെ ഉറക്കം വായിച്ചാ. ഇവൻ മണ്ടനാണോ അതോ മണ്ടനായി ഇവനൊക്കെ അഭിനയിക്കുകയാണോ? അത് ഞാൻ എന്താ നാടകത്തിന് എന്താ വായിച്ചു? അല്ല എന്റെ കമന്റ്സ് വായിക്കാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ചിട്ട് ആ കമന്റ് ബോക്സ് പോകും. പിന്നെ പറയും എന്നാലും എന്തെങ്കിലുമൊക്കെ പറയണത് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം വ്ളോഗ് വല്ലാത്തൊരു വ്ളോഗ്. എത്ര നേരമായി? അതെന്താ അത് കുത്താനാട്ടോ എന്റെ കോട്ടന്മാരെ പുറത്തു കൂടുതലേ ചോദിച്ചോ എന്നെ എന്തൊക്കെ പൊട്ടത്തരങ്ങൾ പറഞ്ഞു. അതല്ല ഇല്ലായ്മയിൽ നിന്നും ഇല്ലായ്മയിലേക്ക്. ഡു സംതിങ്. പടച്ചോനെ എത്താപ്പത് കഥ, എത്താപ്പത് കഥ. ഞമ്മളൊന്ന് ഉമ്മറൊക്കെ അവിടെ പ്രേതണ്ട് ആ റൂമില്. ആ റൂമിന്ന് ഒച്ചട്ടീന് മരപ്പട്ടിന്റെ ഇതിന്റെയൊക്കെ മരപ്പട്ടിന്റെ ഒക്കെ സൗണ്ട് ആ റൂമിന്നാ കേക്കല്ലേ. മെല്ലെ മെല്ലെ ഇങ്ങനെ കുത്തി കുത്തി ആ തോലി കളയുമ്പോ ബ്ലഡ് ഇങ്ങനെ വരില്ല. പോയിക്കോളൂ നായ്ക്കളെ നിങ്ങൾ ആ കലമ്പാക്കിയാണ്ട് മേത്തോട് കുത്തും. പിന്നെ കടുന്നലാക്രമണം നേരിട്ടപ്പോ ലൈറ്റ് ഓഫ് ആക്ക്, ലൈറ്റ് ഓഫ് ആക്ക്, ലൈറ്റ് ഓഫ് ആക്ക്, ബസ് ലൈറ്റ് ഓഫ് ആക്ക്. ഇത് ഓഫ് ആക്ക്. ഇതൊക്കെ ദിമ്മക്ക് വരുന്നുണ്ട്. എന്തോ കാര്യത്തിൽ ലൈറ്റ് ഓഫ് ആക്കി പുറത്ത് വാതിൽ തുറന്നിട്ട്
വാതില് തുറന്നടി തുറന്നിടാൻ പറഞ്ഞ അടച്ച് ഈസാനെ കണ്ട് മാറി കയ്യിലെ തേനീച്ച പാസ് ചെയ്ത് പോവാൻ വേണ്ട. എടാ ഇതേ സംഭവം ഏതോ കൂട് പൊളിഞ്ഞുണ്ടോ ഈ ചോദ്യം തുറന്നത് വേദന ഉണ്ടാകത്തോ? എന്നാ കുത്തിട്ടോ. നമ്മളോട് അപ്പളേ പറഞ്ഞ അതിന്റെ കൂട്ടിൽ പോയി കൈയിടണ്ട, അവിടെ കണ്ട ഇവിടെ കണ്ട ഡു സംതിങ്. അല്ല നല്ല കൂടിക്കണേ. എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. വന്ന് അപ്പൊ സുഹൃത്തുക്കളെ അപ്പൊ സുഹൃത്തുക്കളെ ഗേറ്റ് അടച്ചോ? ആരും കേട്ടില്ല. ജനലടച്ചോ? കൊതുകോ? തേനീച്ച കുത്തൂലേന്നോ? എനിക്കറിയില്ല അതിനെ കുറിച്ച്. തേനീച്ചനെ കുറിച്ചോ? കടിപ്പിക്കട്ടാ, തേനീച്ച കൊണ്ട് നിന്നെ ഒന്ന് കടിപ്പിക്കട്ടെ. തേനീച്ചനെ കുറിച്ച് അറിയാത്ത ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കടന്നല് പാല് വരും എടാ പണ്ട് സ്കൂൾ പഠിച്ച ഓർമ്മയില്ലേ? തേനീച്ച തേന് തരും, പാല് തരും. നല്ല കുത്ത് തരും. ഇത് കേട്ടത് കടന്നല് തേനീച്ചന്റെ പുതിയാപ്പിളല്ലേ? പെണ്ണല്ല തേനീച്ച, കടന്നലല്ലേ? ഇന്ദിരാഗാന്ധി. എനിക്ക് തെറ്റുപറ്റി. അപ്പം സുഹൃത്തുക്കളെ, അവസാനിപ്പിക്കാനാവാത്തൊരു വ്ളോഗിലേക്ക് ഈ വ്ളോഗ് പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു വ്ളോഗാണ് ഈ വ്ളോഗ്. നിർത്താൻ വെക്കണ്ടേ? വേറെ ഉണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഈ വ്ളോഗ് കണ്ട് ചിരിച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പ്ലീസ് സബ്സ്ക്രൈബ്. നമ്മുടെ ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അഫിക്ക് എല്ലാവരും ഓൾ ദ ബെസ്റ്റ് അഫി പറഞ്ഞ് കമന്റ് ഇട്ട് കൊടുക്കുക. കാരണം അഫിന്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടമാണ് കേട്ടോ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ലവ് യു ഓൾ. ബൈ.